ക്വസ്റ്റ്യൻസ് തന്നില്ലല്ലോ. അടുത്ത ക്ലാസ് ഏത് നടത്തില്ലെന്ന് അറിയാവോ? അടുത്ത ക്ലാസ് വെള്ളിയുടെ നാളെയും കൂടെ അല്ലേ ക്ലാസ് ഉള്ളൂ? ശനി ഞായറും ഉണ്ടോ ക്ലാസ്? ശനി ഞായറില്ല. ഇനിയിപ്പോ അടുത്ത വരാൻ പോകുന്ന ഏത് മാമിന്റെ ആണെന്ന് അറിയാവോ ക്ലാസ്? ഇത് നിഷ മാം മറ്റേ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റാ. നിഷ മാം ആയിരിക്കാം. നിഷ മാം. താങ്ക് യു. ക്ലാസ് റൂം ഉണ്ടോ? ഗൈസ്, എല്ലാവർക്കും നോട്ട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ? PDF ആയിട്ട് അയച്ചു. നോട്ട്സ് ഇതുവരെ ഇട്ടില്ലായിരുന്നു. മൊഡ്യൂളും പിന്നെ PDF ആയി വന്നതേന്. പിന്നെ ക്ലാസ് റിപ്പോർട്ട്സും ഗൂഗിൾ ക്ലാസ് റൂമിൽ കാണുന്നുണ്ടല്ലോ. അതിനെല്ലാം നോട്ട്സ് ആയിട്ടൊന്നും ഇട്ടില്ല. Good afternoon, Miss. Good afternoon, ma'am. How are you all? Fine. Good afternoon, ma'am. Good afternoon, ma'am. How are you, ma'am? Good afternoon, miss. I am also fine. Good afternoon, miss. I am also. മഴയുണ്ട് മാഡം. മഴയുടെ പ്രശ്നമേ ഉള്ളൂ. ബാക്കി all time ആണ്. മഴയുണ്ട് മാഡം. മഴ ഇച്ചിരി നന്നായിട്ടുണ്ട്. കുറച്ച് നല്ല രീതിയിലാണ് മഴ. എന്തായാലും മഴയാണെങ്കിലും നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ കൃത്യമായി ചെയ്യണമല്ലോ, അല്ലെ? മാഡം. നിങ്ങളിവിടെ ഇരുന്നിട്ട് കുറെ കാര്യങ്ങളൊക്കെ ഇവിടെ ഡൗട്ട്സ് ഒക്കെ ചോദിക്കാനുണ്ടായിരുന്നു. നോട്ട്സ് എവിടെ വരാ? നോട്ട്സ് വരുന്നത് നിങ്ങളുടെ ഗൂഗിൾ ക്ലാസ് റൂം വഴിയാണ് നിങ്ങൾക്ക് PDF ഒക്കെ തന്നിരിക്കുന്നത്. ചിലപ്പോ ഇൻ കേസ് ഏതെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ ഒക്കെ ചിലപ്പോൾ അത് കിട്ടാത്തത് ഉണ്ടാവുള്ളൂ. ബാക്കി എല്ലാവർക്കും അത് കിട്ടണ്ടാവും. നമ്മളുടെ മാത്രം പ്രശ്നം കൊണ്ടായിരിക്കാം. നമ്മള് അതിന്റെ എന്താ പറയാ PDF ഡൗൺലോഡറോ അങ്ങനെയൊക്കെ ഉണ്ടാവുമല്ലോ. അത് PDF ഡൗൺലോഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ആപ്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ചെയ്യാത്തത് കൊണ്ടോ അങ്ങനെയൊക്കെ എന്തെങ്കിലും മിസ്റ്റേക്ക് കൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളുകളുടെ എല്ലാം നോട്ട്സ് അവിടെ സെൻഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് ഞങ്ങൾക്ക് ടെക്നിക്കൽ ടീമിൽ നിന്നുള്ള അറിയിപ്പ്. പിന്നെ നിങ്ങൾ ഇപ്പൊ വീണ്ടും ചോദിച്ച കുറച്ച് സംശയങ്ങൾ ഒന്ന് ജസ്റ്റ് ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. ഞാനിവിടെ അത് കേട്ടോണ്ട് നിൽക്കുകയായിരുന്നു. മോക്ക് ടെസ്റ്റ് ആഫ്റ്റർ ഈച്ച് ചാപ്റ്റർ ആണ് നിങ്ങൾക്ക് ആ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് സെൻഡ് ചെയ്ത് തരാം. കഴിഞ്ഞ ദിവസം ഞാൻ വീണ്ടും ക്ലാസ്സിൽ പറഞ്ഞതാണ് ഇത്തരം കാര്യങ്ങൾക്കുള്ള ഡൗട്ട്സ്. അപ്പൊ നമ്മൾ അത് എന്ത് ചെയ്യണം? ചില ആളുകള് ഈ ക്ലാസ്സുകളുടെ ബിഗിനിങ്ങിൽ എന്താ പറയണെന്ന് കേൾക്കില്ല. ക്ലാസ് നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് കയറില്ല. ചിലപ്പോ 10-15 മിനിറ്റ് ഒക്കെ വൈകിയായിരിക്കും കയറുക. അപ്പൊ എല്ലാവരും ഒന്ന് എത്തട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതുപോലെയുള്ള ചില കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് വേണ്ട ചില കാര്യങ്ങൾ ഇപ്പൊ നമ്മുടെ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പൊ ഇനീഷ്യൽ സ്റ്റേജിലായതുകൊണ്ട് ഇത്തരം ചില കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയിച്ചു തരാറുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോ ഓക്കെ പറയാം. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോ അപ്പൊ നിങ്ങൾക്ക് ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾക്ക് ഡൗട്ട്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ക്ലിയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കം ഇടുക. ഇത് എല്ലാ ടീച്ചേഴ്സും ഇങ്ങനെ കയറി വന്നിരുന്നിട്ട് ഇതെല്ലാം തന്നെ പറയണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഓക്കെ, ഒരാളത് പറയുമ്പോ നിങ്ങൾ പിന്നെ ഓരോരുത്തർ വരുമ്പോ ഇങ്ങനെ ഓരോ രീതിയിൽ ചോദിച്ചാൽ ചിലപ്പോ പലരും തരുന്ന ചില രീതിയിലുള്ള എന്താ പറയാ അവരുടെ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും തരത്തില് ഡിഫറൻസ് വന്നു കഴിയുമ്പോ പിന്നെ നിങ്ങൾ അവിടെ തുടങ്ങി വീണ്ടും വേറെ എന്തെങ്കിലുമൊക്കെ പറയും. അപ്പൊ അത് വേണ്ട. ഏതെങ്കിലും ഒരാൾ പറയുന്നുണ്ടല്ലോ, ഈ പറയുന്ന കാര്യങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ ഒരാൾ തരുന്നുണ്ട് എങ്കിൽ അത് അവിടെ മനസ്സിൽ വെക്കുക. നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങൾക്ക് ടീച്ചേഴ്സ് വരുമ്പോ അവര് ക്ലാസ് എടുക്കുന്ന ടോപ്പിക്കുകൾ നിങ്ങളുടെ കയ്യിലേക്ക് നിങ്ങൾ തന്നിരിക്കുന്ന PDF വെച്ച് നിങ്ങൾ അത് പ്രിന്റ് ഔട്ട് എടുത്ത് ക്ലാസ്സിൽ കയറുക. അപ്പൊ ഡൗട്ട്സ് ഇല്ലാത്ത കാര്യങ്ങൾ പോകും. തരുന്ന ചാപ്റ്ററിന്റെ എണ്ണത്തിന് നമ്പറിനെ ഒന്നും നിങ്ങൾ നോക്കണ്ട. എത്രാമത്തെ ചാപ്റ്റർ ആണ് ചിലപ്പോൾ നമുക്ക് നോട്ടിൽ നിന്ന് എടുത്തിരിക്കുന്ന ആ ചാപ്റ്ററിന്റെ ഹെഡിങ് ആയിരിക്കും അവിടെ വരിക. അല്ല അതേസമയം നിങ്ങൾക്ക് തന്നിരിക്കുന്ന പ്രിന്റ് ഔട്ടിന്റെ നമ്പർ വേറെ ആയിരിക്കും. ചിലപ്പോൾ നമ്പറിലൊന്നും വ്യത്യാസമില്ല. അതിലൊന്നും വലിയ കാര്യമില്ല. ചാപ്റ്ററിന്റെ പേരിനാണ് പ്രാധാന്യം. അതാത് ചാപ്റ്റേഴ്സ് എടുക്കുന്നുണ്ടോ ടീച്ചേഴ്സ്? 35 ചാപ്റ്റേഴ്സ് ആണ് ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് മൊഡ്യൂളിലുള്ളതെന്നും ആ ചാപ്റ്റേഴ്സ് എല്ലാവരും 4 ടീച്ചേഴ്സ് ഡിവൈഡ് ചെയ്ത് എടുത്തിരിക്കുകയാണെന്നും ഇംഗ്ലീഷ് സെപ്പറേറ്റ് ആണ്. അതല്ലാതെ ഈ മൊഡ്യൂളുകളിലുള്ള ചാപ്റ്റേഴ്സ് ഓരോരുത്തരും
എന്തുകൊണ്ടാണ് എടുക്കുന്നതെന്നും അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞതാ. വീണ്ടും വീണ്ടും നിങ്ങൾ ഇങ്ങനെ എപ്പോഴെപ്പോഴും ഇത് തന്നെ എന്താ പറയാ ഡൗട്ട്സ് ആയിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകും അത്. ഓക്കെ, ഇനി എന്തെങ്കിലും ഇതുപോലെയുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല, അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ചോദിക്കാം. വെൻ ടീച്ചറെ ക്ലാസ്സിൽ കയറി കഴിയുമ്പോൾ എന്താ പറയാ ഈ പഠിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻസ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അത് ചോദിക്കാം. അതല്ലെങ്കിൽ നമ്മുടെ ഒത്തിരി സമയം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് കളയേണ്ടി വരും. ഓക്കെ, അപ്പൊ നോട്ട്സ് അവിടെ കൃത്യമായിട്ട് വരും. പിന്നെ നിങ്ങളിപ്പോ പറഞ്ഞു നേരത്തെ ഒരു ടീച്ചറിന്റെ ക്ലാസ് എടുത്തിട്ട് അതിന്റെ മോക്ക് ടെസ്റ്റിന്റെ ക്വസ്റ്റ്യൻസ് കിട്ടിയില്ലാന്ന്. അതിപ്പോ ഞാൻ അവിടെ അറിയിച്ചിട്ടുണ്ട്. അപ്പൊ ടീച്ചർ ഇപ്പൊ ഒരു പുതിയ ടീച്ചർ ആയതുകൊണ്ട് ആൾക്ക് അതിന്റെ ഫോർമാലിറ്റീസ് കറക്റ്റ് ആയിട്ട് അവിടെ മനസ്സിലായി വന്നിട്ടില്ല. ഓക്കെ, അപ്പൊ അത് അവിടെയും നമ്മൾക്ക് ക്ലിയർ ചെയ്ത് കൊടുക്കണം, നിങ്ങൾക്ക് ക്ലിയർ ചെയ്ത് തരണം. എല്ലാ ഭാഗത്തൊന്നും ക്ലിയർ ചെയ്യേണ്ടതുള്ളതുകൊണ്ട് ഞാനിപ്പോ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്. ടീച്ചറിന്റെ ക്ലാസ് തീർന്നെന്ന് ടീച്ചർക്കല്ലേ അറിയുള്ളൂ, നമ്മള് ചിലപ്പോ അത് മാത്രം ശ്രദ്ധിച്ചിരിക്കേണ്ടാവില്ല. ഇപ്പൊ ചോദിച്ചപ്പോ അവിടെ ക്ലിയർ ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് ഇപ്പൊ നിങ്ങൾക്കത് സെൻഡ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ അത്തരം കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഒന്ന് പതുക്കെ ചിലപ്പോ എന്റെ മാത്രം ഡിവൈസിന്റെ കുഴപ്പമുണ്ട് എനിക്ക് കിട്ടാത്ത ഞാൻ ക്ലാസ് റൂമിൽ ഇട്ടിരിക്കുന്ന PDF നോട്ട്സ്. അപ്പൊ അതൊന്നും നിങ്ങൾ ആലോചിക്കുക. അപ്പൊ ആരോടെങ്കിലും ഒന്ന് ചോദിക്കുക. നിങ്ങളൊക്കെ ചിലപ്പോ ഇപ്പൊ തന്നെ ഓൾറെഡി ചിലവരൊക്കെ തമ്മിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടാകുമായിരിക്കും ഈ പഠിക്കുന്നവര്. അങ്ങനെയെങ്കിൽ ഓക്കെ, അതൊക്കെ നല്ലത് തന്നെയാണ്. എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാൻ നല്ലതാണ്. അപ്പൊ ഇത്തരം ഡൗട്ട്സുകളൊക്കെ ഉണ്ടെങ്കിൽ ക്ലിയർ ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ക്ലാസ്സുകൾ തുടങ്ങുന്നതിന് മുമ്പേ തന്നെ നമ്മൾ ആദ്യം അതായത് ഇൻട്രൊഡക്ഷൻ ക്ലാസ്, അതായത് ഒരു നിങ്ങളുടെ ഡൗട്ട്സ് ഈ കോഴ്സിനെ പറ്റിയുള്ള ഡൗട്ട്സ് ക്ലിയർ ചെയ്യുന്ന ഇൻട്രൊഡക്ഷൻ ക്ലാസ് അല്ല, ഫസ്റ്റ് ക്ലാസ്സിൽ ആദ്യത്തെ ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് നമ്മുടെ ടോപ്പിക് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ തന്നെ ഒത്തിരി കാര്യങ്ങൾ അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവിടെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊന്നും കേൾക്കാതെ കാണാതെ വന്നിരുന്നിട്ട് എല്ലാ ദിവസവും വന്ന് ഇങ്ങനെ നമ്മള് എന്താ പറയാ വെറുതെ ഡൗട്ട്സ് പറഞ്ഞ് ചില ടീച്ചേഴ്സ് പുതിയതാണ്, അതുകൊണ്ട് അവർക്ക് അത് അറിയില്ലായിരിക്കും ചില കാര്യങ്ങളെ കുറിച്ച്. അപ്പൊ അവര് തന്നെ പാനിക് ആയിപ്പോ എന്താണാവോ എന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പൊ അതുകൊണ്ട് അത്തരം സിറ്റുവേഷൻസ് കുറച്ചൊന്ന് ഒഴിവാക്കാൻ നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ ഇപ്പൊ കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുന്നതാണ് എനിക്ക് തോന്നുന്നത്. നോട്ട്സ് എന്തായാലും നിങ്ങൾക്ക് PDF ആയിട്ട് അങ്ങോട്ട് സെൻഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ഡിവൈസിൽ അത് എവിടെയെങ്കിലും കിടക്കണ്ടോ, മെയിലോ എവിടെയെങ്കിലും ക്ലാസ് റൂമിൽ, ഗൂഗിൾ ക്ലാസ് റൂമിലാണ് നോട്ട്സ് സെൻഡ് ചെയ്യുന്നത്. അത് അവിടെ പോയിട്ട് ഓരോ ചാപ്റ്റർ വൈസ് ടീച്ചേഴ്സിന്റെ ഇതനുസരിച്ച് എല്ലാം കൂടി ഒരുമിച്ച് എടുക്കുക, അല്ലെങ്കിൽ കുറച്ച് വീതം നിങ്ങൾ കോപ്പി എടുത്ത് പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കുക. ടീച്ചേഴ്സ് എക്സ്ട്രാ തരുന്ന നോട്ടുകൾ മാത്രം എഴുതാൻ വേണ്ടി ഓരോ നോട്ട്ബുക്ക് ടീച്ചേഴ്സിന്റെ പേരിൽ തന്നെ എഴുതി വെക്കാനായിട്ട് ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ പറഞ്ഞിരുന്നതാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേരുകളല്ല എഴുതേണ്ടത്, ടെക്സ്റ്റ് ബുക്കിനല്ല പേര്, ഇവിടെ നിങ്ങളുടെ ടീച്ചേഴ്സിന്റെ പേര് എഴുതി നോട്ട് ചെയ്ത് വെക്കാനാ പറഞ്ഞു. ഓക്കെ, അഡ്മിഷൻ ടീച്ചർ, ടീച്ചർ, അങ്ങനെ ഓരോ ടീച്ചേഴ്സിന്റെ പേര് എഴുതി സൂക്ഷിച്ചാൽ നിങ്ങൾക്ക് എളുപ്പം അവരവരുടെ ബുക്ക് എടുത്ത് ആ ടീച്ചർ ക്ലാസ്സിൽ വരുമ്പോൾ ആ ബുക്കിൽ നിങ്ങൾക്ക് ആ ടീച്ചറുമായി ബന്ധപ്പെട്ട ടോപ്പിക്സിന്റെ എക്സ്പ്ലനേഷൻസ് എന്തെങ്കിലും എക്സ്ട്രാ ടീച്ചേഴ്സ് നോട്ട് തരുന്നുണ്ടെങ്കിൽ അത് എഴുതി വെക്കാം. എല്ലാവരുടെയും കൂടി ഒരുമിച്ച് എഴുതി വെച്ചാൽ ഏത് ടോപ്പിക്കിലെ എക്സ്പ്ലനേഷൻ ആണ് അല്ലെങ്കിൽ ഏത് ടോപ്പിക്കുമായി ബന്ധപ്പെട്ടാണ് ആ ഒരു പർട്ടിക്കുലർ വേർഡ് അല്ലെങ്കിൽ ആ ഒരു കാര്യം വരുന്നത് എന്ന് നിങ്ങൾക്ക് ക്ലിയർ ആകില്ല. അതിന് വേണ്ടിയിട്ടാണ് ഇത്രയും കാര്യമൊക്കെ നമ്മൾ ആദ്യം പറഞ്ഞ കണ്ട. ഇപ്പൊ നിന്നെ കൊണ്ട് ഇമ്പോസിഷൻ ചെയ്യിപ്പിക്കണോ, അല്ല വീണ്ടും ഞാൻ ഇതൊക്കെ തന്നെ റിപ്പീറ്റ് ചെയ്യേണ്ടി വന്നു. അത്രയും എന്റെ സമയം പോയി കിട്ടി 10 മിനിറ്റ്. ഓക്കെ, ക്ലിയർ? താങ്ക് യു. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു ചാപ്റ്റർ, എന്റെ ചാപ്റ്റർ കുറച്ച് വലിയ ചാപ്റ്റേഴ്സ് ആണ്, അത് മുഴുവനൊക്കെ എടുത്ത് തീർക്കണം. So in the last class we have already introduced the different departments in a hospital. അല്ലെ, ഒരു ഹോസ്പിറ്റലിലെ ഡിഫറെന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ക്ലാസ്സിൽ പരിചയപ്പെട്ടത്. The classifications or the different departments in a hospital are classified into 3. മെയിൻ ആയിട്ട് അത് 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്, സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്, അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ്. അല്ലെ, again these medical department, supportive department and administrative department classified. അതിന് വീണ്ടും ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. That is medical department, OPD, IPD, supportive department, therapeutic, general, diagnostics, informative, administrative, finance, human resources, administrative. Okay, then അപ്പൊ നോക്കുക, നമ്മുടെ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി കേട്ട് കഴിഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഭയങ്കര ഇലാബറേറ്റ് ആയിട്ട് ഈ ഓരോ ഡിപ്പാർട്ട്മെന്റും എന്തിനാണ്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് സപ്പോർട്ടിങ് ഒരു ഹോസ്പിറ്റലിന്റെ ട്രീറ്റ്മെന്റ് വിഭാഗം അല്ലെങ്കിൽ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ഏതൊക്കെ രീതിയിൽ ഉള്ള ഡിപ്പാർട്ട്മെന്റുകളാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ ആണല്ലോ? അപ്പൊ ആ ഒരൊറ്റ പേജ് നമ്മളൊന്ന് ക്ലാസ്സിൽ പറഞ്ഞുള്ളൂ.
So now let's move on to the next. അടുത്തതിലേക്ക് നമുക്കെന്നാ പോകാം. Okay. And we also already we have seen that hospital departments are divided into 3. സാധാരണയായിട്ട് ഒരു ഏതൊരു ഹോസ്പിറ്റൽസിന്റെ ഡിപ്പാർട്ട്മെന്റിലെ മെയിൻ ആയിട്ട് 3 ആയിട്ടാണ് 3 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. എല്ലാ ഹോസ്പിറ്റൽസിലും ഈ 3 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്. ഇനി ഇതിനകത്ത് വരുന്ന ചില ഡിപ്പാർട്ട്മെന്റുകൾ ഉണ്ടായില്ലെങ്കിൽ മാത്രമേ ഉള്ളൂ. അല്ലാതെ എങ്കിൽ എല്ലാത്തിനും കോമൺ ആയിട്ട് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്നും സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെന്റ് എന്ന രീതിയിൽ 3 ക്ലാസിഫിക്കേഷൻസ് ആണ് നമ്മുടെ ഹോസ്പിറ്റൽ ഡിപ്പാർട്ട്മെന്റിന് കൊടുത്തിരിക്കുന്നത്. ആൻഡ് among that, അതില് the most and the important thing for the treatment of patients or clients who are approaching the hospital or the consultants ഈസ് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ട്രീറ്റ്മെന്റുമായി ബന്ധപ്പെട്ടത്. നമ്മൾ എന്തിനാ ഹോസ്പിറ്റലിൽ പോണേ? വെറുതെ കുറച്ച് നേരം അവിടെ ഇരുന്ന് എന്താ പറയാ, അവിടെ AC ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതാകാനോ അല്ലെങ്കിൽ അവിടെ വെറുതെ സ്പെൻഡ് ചെയ്യാനോ ഒന്നും വേണ്ടി പോകുന്നതല്ല അല്ലെ. നമ്മൾ ഒരിക്കലും പോകാനും ഓക്കെ അത്ര അധികം നേരം സ്പെൻഡ് ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നില്ല, നമ്മൾ വിഷ് ചെയ്യുന്നില്ല. അത്തരം ഒരു കാര്യം എന്ന് വെച്ചാൽ രോഗവുമായിട്ട് ബന്ധപ്പെട്ട് എന്താ പറയാ രോഗ നിവാരണത്തിനാണ് അല്ലെ, ഡയഗ്നോസിസ്, ട്രീറ്റ്മെന്റ് ആൻഡ് പ്രിവെൻഷൻ ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോകുന്നത്. സോ ഹോസ്പിറ്റലില് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് ഇറ്റ്സ് ദ ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. ഗോയിങ് ടു സ്റ്റഡി അബൌട്ട് ദ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ. ഈ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് അതിനെ കുറിച്ച് നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കും നമുക്ക് കൂടുതൽ പഠിക്കേണ്ടത്. മനസ്സിലായില്ല, എന്താ പറഞ്ഞേ? ഈ 3 മെഡിക്കൽ സപ്പോർട്ടീവ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ഇല്ലേ, അത് നമുക്ക് പഠിക്കേണ്ട ഭാഗം കൂടുതലും അഡ്മിനിസ്ട്രേറ്റീവ് ആയിരിക്കൂലേ? എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെയും കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കാനുണ്ട്. ഈ ഫസ്റ്റ് ക്ലാസ്സിൽ ഞാൻ വീണ്ടും പറയാണ്, ഫസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ് ഈ പറയുന്ന ഓരോ ഡിപ്പാർട്ട്മെന്റ് നമ്മൾ ഫസ്റ്റ് പേജിൽ കണ്ട CSSD, ലോണ്ടറി ആൻഡ് ലിനർ സർവീസസ്, കിച്ചൺ അല്ലെങ്കിൽ ക്യാൻറ്റീൻ, അങ്ങനെ ഡിഫറെന്റ് ഡിപ്പാർട്ട്മെന്റ്സിന് നമ്മൾ സപ്പോർട്ടീവിൽ തന്നെ പരിചയപ്പെട്ടു. ഇതെല്ലാം തന്നെ ഇതുപോലെ തന്നെ നമ്മുടെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ഇൻപേഷ്യന്റ്, IPD, OPD ഇതെല്ലാം ഡിഫറെന്റ് ആയിട്ട് ഓരോ ചാപ്റ്റേഴ്സിൽ പഠിക്കാനുണ്ടെന്നൊക്കെ ഞാൻ പറഞ്ഞല്ലോ. പറഞ്ഞിരുന്നു. പിന്നെന്താ ഇങ്ങനെയൊക്കെ ഒരു സംശയം? ഇതെല്ലാം ഡിഫറെന്റ്, ഇതെല്ലാത്തിനെ കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് എന്ന് അറിഞ്ഞാൽ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റുകളൊക്കെ നമുക്ക് അഡ്മിനിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ, മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ, കൺട്രോൾ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഏതൊക്കെ ഡിപ്പാർട്ട്മെന്റ്സ് ആർ ഓപ്പറേറ്റിംഗ് ഇൻ എ ഹോസ്പിറ്റൽ എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ടാണ് ആ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഹോസ്പിറ്റലിലെ ഡിപ്പാർട്ട്മെന്റ്സിലേക്ക് ഹൗ ക്യാൻ വി മാനേജ് ഇറ്റ്, ഹൗ ക്യാൻ വി കൺട്രോൾ ഇറ്റ്, അതിന്റെ കാര്യങ്ങളും പ്രവർത്തനങ്ങളും ഒക്കെ എങ്ങനെയാ എല്ലാത്തിലും നമ്മുടെ ഒരു എന്താ പറയാ ഒബ്സർവേഷൻ, അതിന്റെ ഒരു ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കണം. എല്ലാവരും പഠിക്കാനുള്ളതാ. മൊത്തം ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് വിശദമായിട്ട് ചാപ്റ്റർ വൈസ് ഒക്കെ പഠിക്കാനുണ്ട്. ഓക്കെ, സോ നമ്മൾ ഫസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഡിപ്പാർട്ട്മെന്റ് ഇൻ എ ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ്. കാരണം അവിടെയാണ് നമ്മളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് ടു എ ഹോസ്പിറ്റൽ നടക്കുന്നത്. നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത് എന്തിനാ നമ്മൾ ഹോസ്പിറ്റലിൽ പോകുന്നത്? ഫോർ ട്രീറ്റ്മെന്റ് ആണ്. അത് മാറാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിൽ പോവുക അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും നമ്മളുടെ പർപ്പസ് ഓഫ് വിസിറ്റ് ഓഫ് എ ഹോസ്പിറ്റൽ ഈസ് ഫോർ ദ ട്രീറ്റ്മെന്റ്. അപ്പൊ ട്രീറ്റ്മെന്റിന് വേണ്ടി പോകുന്ന നമ്മൾക്ക് അവിടെ നിന്ന് കിട്ടേണ്ടത് മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിൽ വരുന്ന ട്രീറ്റ്മെന്റ് ആണ്. ദാറ്റ് മീൻസ് IPD ഓർ OPD എന്ന് വെച്ചാൽ ഇൻപേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ആൻഡ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റും ഹോസ്പിറ്റൽ അല്ലെ. ഒരു ഹോസ്പിറ്റലിൽ ഈ 2 ഡിപ്പാർട്ട്മെന്റും ഉണ്ട്. സി from the outpatient department, only the patients are transferred or shifted to an IPD. അല്ലെ, IPD-യിലേക്ക് പേഷ്യൻസിനെ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി എന്താ പറയാ വരുന്ന വഴി വേഗം കൊണ്ടുപോയി ഒരു ഏതെങ്കിലും മുറിയിലേക്ക് കയറ്റിക്കുമെന്ന് പറയില്ല അല്ലെ. OPD ഡിപ്പാർട്ട്മെന്റ്, ദാറ്റ് മീൻസ് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റിൽ എന്താണ് പറയാ കൺസൾട്ടേഷന് വേണ്ടിയിട്ടുള്ള ഡോക്ടേഴ്സിനെ ആരെയാണോ കാണണ്ടേ എന്നുള്ള ആ ഡിപ്പാർട്ട്മെന്റിൽ മീറ്റ് ചെയ്തതിനു ശേഷം അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം മാത്രമേ ഫ്രം വെൻ ദ physician or the specialist then after diagnosing എന്തെങ്കിലും തരത്തിലുള്ള എന്താ പറയാ രോഗനിവാരണോ എന്താണെന്ന് പരിശോധിക്കലോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം they will suggest whether the patient or the client is to be admitted or not. അതിനുശേഷം മാത്രമാണ് അവർ പറയുന്നത് ഈ രോഗിനെ കിടത്തേണ്ടവനാണോ അല്ലെ ഇൻപേഷ്യന്റ് ആക്കി ആണ് ചികിത്സ നടത്തേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ ആ ഒരു കൺസൾട്ടേഷന് ശേഷം മാത്രമാണ് they will suggest, അവർ സജസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പൊ നേരിട്ട് അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല. സോ അതുകൊണ്ട് തന്നെ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ഈസ് ക്ലാസിഫൈഡ് into 2, that is inpatient and outpatient. So let's see what are the services provided by these each department. ഈ പറയുന്ന IP അല്ലെങ്കിൽ ഇൻപേഷ്യന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലും ഔട്ട്പേഷ്യന്റ് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലും എന്തൊക്കെ തരത്തിലുള്ള സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ടോപ്പിക്.
So medical department is classified into IP, inpatient, which is provided അവിടെ കൊടുക്കുന്ന സർവീസസ്, ആൻഡ് ഔട്ട് പേഷ്യന്റ് അവിടെയോടെ ഒരുപാട് സർവീസസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ ഇൻപേഷ്യന്റ് സർവീസസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇൻപേഷ്യന്റ് സർവീസസ് ഇൻക്ലൂഡ്സ് പേഷ്യന്റ് റൂംസ്, patient wards, intensive care unit, operation theatre, labor rooms and maternity wards. ഇതൊക്കെ തന്നെയാണ് ഇൻപേഷ്യന്റ് സർവീസ് എന്ന് വെച്ചാൽ ഒരു പേഷ്യന്റ് when they are admitted in the hospital for their treatment, investigation of their disease, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടി പേഷ്യന്റിനെ അഡ്മിറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരം സർവീസസ് ഫെസിലിറ്റീസ് വെദർ ഇറ്റ് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ എന്ന് അറിയണം, മേക്ക് ഷുവർ ചെയ്യണം. അല്ലേ, അവർക്ക് ഈ പറയുന്ന സൗകര്യങ്ങളൊക്കെ ഉണ്ടോന്ന്. ഏത് രോഗവുമായിട്ട് വരുന്ന എല്ലാവർക്കും ഈ സൗകര്യങ്ങൾ കൊടുക്കണമെന്നല്ല പറഞ്ഞത്. അക്കോർഡിംഗ് ടു ദർ ഡിസീസ്, ഓരോ വരുന്നവര് അവരവരുടെ രോഗവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന സേവനങ്ങളിൽ ഏതെങ്കിലുമൊക്കെ ഫെസിലിറ്റേറ്റ് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതൊക്കെ പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത് ഹോസ്പിറ്റലിന്റെ ഒരു റെസ്പോൺസിബിലിറ്റിയാണ്. അത് വരുന്നത് ഇൻപേഷ്യന്റ് സർവീസസിലാണ്. സോ അതിനെ നമ്മൾ ഇങ്ങനെ പറയുന്നത്, ഇത്തരം ഫെസിലിറ്റീസ് ആണ് പ്രധാനമായിട്ടും പേഷ്യൻസിന് പ്രൊവൈഡ് ചെയ്യേണ്ടത്. ദേ ആർ പേഷ്യന്റ് റൂംസ്. വാട്ട് ഈസ് പേഷ്യന്റ് റൂംസ്? ഇൻ വിച്ച് ദ പേഷ്യന്റ് ഈസ് ടു ബി അഡ്മിറ്റഡ്, അല്ലെ, ഫോർ എന്താ പറയാ കെയറിംഗ് ഓർ ഫോർ ദ പ്രിവെൻഷൻ ഓഫ് ദർ ഡിസീസസ്, ഫോർ ദ ട്രീറ്റ്മെന്റ്. അതായത് രോഗി വരുമ്പോ അവർക്ക് സ്പെഷ്യൽ കെയർ കൊടുക്കാൻ, അവരെ ഒന്നുകൂടി നന്നായി കെയർ ചെയ്യാൻ, എന്ന് വെച്ചാൽ മരുന്ന് ചില അസുഖങ്ങൾ വരുമ്പോ ഇത് പോയിട്ട് കഴിച്ചിട്ട് എന്താ പറയാ അടുത്ത ദിവസം എന്തെങ്കിലും 2-3 ദിവസം കഴിഞ്ഞിട്ട് മാറിയില്ലെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ ഡോക്ടേഴ്സ് നമ്മളോട് ഇൻസ്ട്രക്ട് ചെയ്യും, അല്ലെ, കുറച്ച് കാര്യങ്ങളൊക്കെ നിർദ്ദേശിച്ചിട്ട് വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ യു ക്യാൻ കം അപ്പ് ഫോർ എ ഫോളോ അപ്പ് ആഫ്റ്റർ 2 or 3 days എന്നൊക്കെ പറഞ്ഞ് വിടുകയാണെങ്കിൽ ആ 2-3 ദിവസം കഴിഞ്ഞിട്ട് വന്നാൽ മതി. അതർവൈസ് ഇഫ് യു ആർ ഓക്കെ വീണ്ടും വരേണ്ട ആവശ്യമില്ല. അതേസമയം പേഷ്യന്റ് when they are admitted in the hospital, they should be provided some suitable rooms according to the requirement of the patient. പേഷ്യന്റിന്റെ റിക്വയർമെന്റ് അനുസരിച്ച് അവർക്ക് വേണ്ട റൂംസ് ഏതൊക്കെയാണോ അതനുസരിച്ച് ഇൻപേഷ്യന്റ് ആക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ റൂംസ് ഷുഡ് ബി പ്രൊവൈഡ്. നിർബന്ധമാണ് അവർക്ക് ഒരു റൂം പ്രൊവൈഡ് ചെയ്യണം എന്നുള്ളത്. അപ്പൊ റൂംസ് ചോദിക്കുന്നവർക്ക് റൂംസ് അവൈലബിൾ ആണെങ്കിൽ മാത്രം അവിടെ ഇൻപേഷ്യന്റ് ആണെന്ന് പറഞ്ഞാൽ മതി. അതർവൈസ് ദേ ഹാവ് ടു ബി ഷിഫ്റ്റഡ് ടു എനി അതർ ഹോസ്പിറ്റൽസ്. അവിടെ ആ ഒരു സൗകര്യമില്ല, അവിടെ അങ്ങനെ റൂംസ് അവൈലബിൾ അല്ല, കൂടുതൽ കെയറിംഗ് ഒന്നും കൊടുക്കാൻ ഇവിടെ പറ്റില്ല എന്നുണ്ടെങ്കിൽ വേറെ ഹോസ്പിറ്റൽസിലേക്ക് അവരെ ഷിഫ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പേഷ്യന്റ് റൂംസ് ഷുഡ് ബി പ്രൊവൈഡഡ്. ദെൻ ഇപ്പൊ റൂംസ് തന്നെ വേണം നിർബന്ധമില്ല. ഇഫ് ദേ ആർ ആസ്കിംഗ് ഫോർ എനി വാർഡിൽ ഏതെങ്കിലും ഒരു ബെഡൊക്കെ മതി എന്നുണ്ടെങ്കിൽ വാർഡ്സ് ഷുഡ് ഓൾസോ ബി പ്രൊവൈഡഡ്. വാർഡിലും അവർക്ക് അതിനുള്ള സൗകര്യമുള്ളവർക്ക് വേണം അവരെ എന്താ പറയാ അക്കോമഡേറ്റ് ചെയ്യാനായിട്ട്, അല്ലെ. അതായത് വാർഡില് ഒത്തിരി ബെഡ്സ് ഉണ്ട്, പക്ഷെ ഓൾ ദ ബെഡ്സ് ആർ ഫിൽഡ് വിത്ത് പേഷ്യൻസ് എന്ന് വിചാരിക്കുക. ഒരാളുടെ അടുത്ത് പോയി മൂലക്കെ കിടന്നോ എന്ന് പറയാൻ പറ്റുമോ അവരോട്? ഇല്ല. അവിടെ വാർഡിൽ അതിന് സഫീഷ്യന്റ് ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടോ എന്ന്, ആ ഒരു പേഷ്യന്റിനെ കൂടി അഡ്മിറ്റ് ചെയ്യാനുള്ളത് ഉണ്ടോ എന്ന് ദേ ഹാവ് ടു മേക്ക് ഷുവർ ദാറ്റ്. അതർവൈസ് ദേ ആർ നോട്ട് അലൗഡ് ടു അഡ്മിറ്റ് ദാറ്റ് പേഷ്യന്റ്. ഉണ്ടെങ്കിൽ മാത്രം അവിടെ സ്ഥലമുണ്ട്, സോ ഓക്കെ കുഴപ്പമില്ല കിടത്തിക്കോ എന്നുള്ള രീതിയിൽ. അപ്പൊ പേഷ്യൻസിന് വാർഡ്സ് റൂംസ് ഒക്കെ അവരുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഷുഡ് ബി പ്രൊവൈഡഡ്. Then the next one is intensive care unit, which we call as ICU, അല്ലെ. ICU എന്ന് പറയുന്ന intensive care unit എന്താണ് അവിടുത്തെ പ്രത്യേകത? Intensive care will be given to the patients. തീവ്ര പരിചരണമാണ് നൽകുന്നത്. That means some patients who are coming to the hospitals with serious illness, വളരെ അധികമായിട്ടുള്ള അത്യാഹിതമായിട്ടുള്ള ചില രോഗങ്ങളുമായിട്ടാണ് ഹോസ്പിറ്റൽസിലേക്ക് പേഷ്യൻസ് വരുന്നതെങ്കിൽ they should be given എന്താ പറയാ ഇന്റൻസീവ് കെയർ. കുറച്ച് തീവ്രമായ പരിചരണം അവർക്ക് ആവശ്യമുണ്ട്. വെറുതെ പോയി ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കിയാൽ പോരാ, അവരുടെ അടുത്തിരിക്കേണ്ടി വരും. പേഷ്യൻസ് ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ. ഒരു പേഷ്യൻസിന് ഡീൽ ചെയ്യുന്ന രീതി, ആ ഒരു കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന്റെ ആ ഒരു ഇന്റൻസിറ്റി നോക്കി. ഹലോ മാം, മ്യൂട്ട് ആയിപ്പോയി. മാം വോയിസ് മ്യൂട്ട് ആയിട്ടുണ്ട്. ഓക്കെ, സോറി. ഇടയ്ക്ക് കുറെ പ്രാവശ്യം റിങ് ചെയ്തതുകൊണ്ടാണ് ഒരു കോൾ പെട്ടെന്ന് എടുക്കേണ്ടി വന്നത്. അത്യാവശ്യം വിചാരിച്ചിരുന്നതാണ്. ഓക്കെ, സോറി. അപ്പൊ എന്താണ് intensive care unit? Intensive care unit എന്ന് പറയുമ്പോൾ patients who are admitted in an intensive care unit should be given
ഇന്റൻസീവ് കെയർ അവരുടെ അടുത്തൊന്നും മാറാൻ പറ്റില്ല. നഴ്സസ് എപ്പോഴും ഷുഡ് ബി അറ്റ് ദെയർ ബെഡ് അല്ലെ, ബെഡിന്റെ അടുത്ത് തന്നെ അവരെപ്പോഴും കെയറിങ് കൊടുക്കാൻ വേണ്ടി ഫിസിഷ്യൻസ് ആയിക്കോട്ടെ, നേഴ്സ്, അതുപോലെ തന്നെ എന്താ പറയാ ഡയറ്റീഷ്യൻസ്, ഫിസിയോതെറാപ്പിസ്റ്റുകളൊക്കെ അവൈലബിൾ ആകുന്ന ആ ഒരു ലോക്കൽ ഏരിയയുടെ അടുത്ത് തന്നെയുള്ള സ്ഥലത്ത് പേഷ്യൻസിനെ കിടത്തുന്നതാണ് ഇന്റൻസീവ് കെയർ. അപ്പൊ ഇവരെല്ലാവരും ചിലപ്പോ ഏതെങ്കിലുമൊക്കെ പ്രത്യേക സിറ്റുവേഷൻസിൽ ദേ ഹാവ് ടു ഗോ ഫോർ അവരുടെ ചെക്കപ്പിന് വേണ്ടിയിട്ടൊക്കെ ഓടി ചെല്ലേണ്ട അവസ്ഥയൊക്കെ വരും. അപ്പൊ ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓൾസോ മസ്റ്റ് ബി പ്രൊവൈഡഡ് ഇൻ എ ഹോസ്പിറ്റൽ. അവർക്ക് പെട്ടെന്നുണ്ടാകുന്ന ചില ഇതിനൊക്കെ ട്രീറ്റ്മെന്റുകൾക്കൊക്കെ ഇന്റൻസീവ് കെയർ യൂണിറ്റിലേക്ക്, ICUലേക്ക്, വിച്ച് ഓൾസോ നോൺ ആസ് എമർജൻസി കെയർ യൂണിറ്റ് എന്നും നമ്മൾ അതിനെ വിളിക്കും. ആക്സിഡന്റ് ആൻഡ് എമർജൻസി യൂണിറ്റ് എന്നും വിളിക്കും. ANC ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ അതിന് ഷോർട്ടായിട്ട് പേരുണ്ട്. കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ടോപ്പിക്സിൽ പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് തന്നെ അന്നേരം പറയാം. അപ്പൊ ഓക്കെ, ഇന്റൻസീവ് കെയർ യൂണിറ്റ് ഓൾസോ ഈസ് ആൻ ഇൻപേഷ്യന്റ് സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ. അവർ കൊടുക്കുന്ന ഒരു ഇതാണ്, ഇൻപേഷ്യന്റ് സർവീസ് ആണ്. Then the next one is operation theaters where the surgical procedures are done. അല്ലെ, സർജറീസ് ഒക്കെ നടത്താൻ വേണ്ടിയിട്ടുള്ള സ്ഥലം, അതാണ് ഓപ്പറേഷൻ തിയേറ്റേഴ്സും നമ്മുടെ ഹോസ്പിറ്റൽസിൽ വളരെയധികം അത്യാവശ്യമാണ്. ഏതെങ്കിലും തരത്തിലുള്ള ഓപ്പറേഷൻസ്, സർജറീസ് ഈസ് നീഡഡ്, ആ പേഷ്യൻസിന് കൃത്യമായിട്ട് അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി അങ്ങനെയുള്ള തിയേറ്റേഴ്സ് ഒത്തിരി എന്താ പറയാ എല്ലാ ഹോസ്പിറ്റൽസിലും ഉണ്ട്. ഇൻപേഷ്യൻസിന് ദേ ആർ ഗെറ്റിംഗ് സച്ച് സർവീസസ് ഫ്രം ദ ഹോസ്പിറ്റൽ. ഈ ഇൻപേഷ്യന്റ് ആയിരിക്കുന്നവർക്ക് പെട്ടെന്ന് ഓപ്പറേഷൻ തിയേറ്റേഴ്സിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അന്നേരം അയ്യോ അവിടെ ഓപ്പറേഷൻ തിയേറ്ററിൽ അടുത്ത ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ആ നേരത്തിൽ ഒന്നും തള്ളും ഉണ്ടാക്കണ്ടേ അല്ലെ. അതൊക്കെ ഭയങ്കരമായിട്ട് ഇതുപോലെയുള്ള പാനിക് സിറ്റുവേഷൻസ് ആണ് സൃഷ്ടിക്കുക. അതായത് ഒന്നാമത്തെ രോഗം, അതിൻ്റെ ഇടയിൽ കൂടി അവിടെ ഒരു ഫെസിലിറ്റി ഇല്ല എന്നൊക്കെ പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ നമുക്ക് അങ്ങനെയുള്ള ചില സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടാകും അല്ലെ. അപ്പോഴായിരിക്കും പറയുക അയ്യോ അങ്ങനെ ഒരു ഫെസിലിറ്റി ഇവിടെ ഇല്ല. അന്നേരം അതിന് മുമ്പേ അവര് നമ്മൾ പെട്ടെന്ന് നമ്മളുടെ അറ്റ് ഹാൻഡ് പോസിബിൾ ആയിട്ടുള്ള സ്ഥലത്തേക്കായിരിക്കും എപ്പോഴും നമ്മളൊരു സീരിയസ് ഇൽനെസ്സോട് കൂടിയുള്ള പേഷ്യൻസിനെ കൊണ്ടുപോകുക. അല്ലാതെ വലിയ മൾട്ടിനാഷണൽ ഹോസ്പിറ്റലാണോ എന്നൊന്നും നോക്കിയിട്ടായിരിക്കില്ല കൊണ്ടുപോകുക. എത്രയും പെട്ടെന്ന് അത്രയും സീരിയസ് ആയിട്ടുള്ള പേഷ്യൻസിനെ നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഹോസ്പിറ്റലിന്റെ വലുപ്പമോ അല്ലെങ്കിൽ അവിടെ കിട്ടുന്ന ടെക്നോളജീസോ ഒന്നും നമ്മൾ അന്നേരം ബോധറിയില്ല. കാരണം നമ്മൾ അവിടെ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നത് ലൈഫ് ഓഫ് ദ പേഷ്യന്റ് ആണ്. പേഷ്യന്റിന്റെ ജീവനാണ് കൂടുതൽ നമ്മൾ പ്രാധാന്യം നൽകുക. സോ ദാറ്റ് നമ്മൾ ഏറ്റവും നിയറസ്റ്റ് പോസിബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽസിലേക്ക് അവരെ കൊണ്ടുപോകുക. അപ്പോ നമ്മൾ അതൊന്നും നോക്കാനില്ല. പക്ഷെ ആഫ്റ്റർ ദ ഫസ്റ്റ് കൺസൾട്ടേഷൻ, ആദ്യം തന്നെ ഒരു ഇമീഡിയറ്റ് ആയിട്ടുള്ള ഒരു എന്താ പറയാ കെയറിംഗ് ഒക്കെ കൊടുത്തു അല്ലെങ്കിൽ കൺസൾട്ട് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവിടെ അതിന് വേണ്ട അത്തരം ഒരു സിറ്റുവേഷനിൽ വരുന്ന പേഷ്യൻസിന് വേണ്ട ഫെസിലിറ്റി ഇഫ് ഇറ്റ് ഈസ് നോട്ട് അവൈലബിൾ ഇൻ ദാറ്റ് പർട്ടിക്കുലർ ഹോസ്പിറ്റൽ, ദേ മേ ബി ആസ്ക്ഡ് ടു ഷിഫ്റ്റ് ദ പേഷ്യന്റ് ആസ് സൂൺ ആസ് പോസിബിൾ ടു ദ നിയറസ്റ്റ് ഓർ ദ നെക്സ്റ്റ് ഹാൻഡ്. അടുത്ത ഒരു ഹോസ്പിറ്റലിലേക്ക് എത്രയും പെട്ടെന്ന് പേഷ്യൻസിനെ ഷിഫ്റ്റ് ചെയ്യാനുള്ള നിർദ്ദേശം അവർ കൊടുക്കണം. അപ്പൊ ഓപ്പറേഷൻ തിയേറ്റേഴ്സും ഇന്നത്തെ ഹോസ്പിറ്റലുകളിലൊക്കെ എല്ലാവർക്കും സജ്ജീകരിച്ചിട്ടാണ് ഇരിക്കുക. ദെൻ ലേബർ റൂംസ് വിച്ച് ഈസ് എന്താ പറയാ റിലേറ്റഡ് ടു എന്താ പറയാ വിമൻ അല്ലെ, പെണ്ണുങ്ങൾക്ക്, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ പ്രഗ്നൻസി, ഡെലിവറിയുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലമാണ്. അത്തരം ഒരു റൂമാണ് നമുക്കറിയാലോ ലേബർ റൂംസ് എന്ന് പറയുന്നത്. ലേഡീസിന്, വിമന്, അതായത് അവരുടെ എന്താ പറയാ ഡെലിവറി, ചൈൽഡ് ബർത്ത്, അതുമായിട്ട് ബന്ധപ്പെട്ടത് അതിനുള്ള ചെക്കപ്സ് ഒക്കെ നടത്തുന്ന ഒരു റൂമാണ്. ദെൻ മെറ്റേണിറ്റി വാർഡ്സ്, ആഫ്റ്റർ ചൈൽഡ് ബർത്തും എന്താ പറയാ വിമന് കുറച്ച് കൂടുതൽ കെയറിങ് വേണം കുട്ടികൾക്കായി, അവരുടെ കുഞ്ഞ് ജനിച്ച കുട്ടിക്കും ഒക്കെ കൊടുക്കേണ്ടതുണ്ട്. അപ്പൊ അങ്ങനെയുള്ള അതിന് വേണ്ടിയിട്ടുള്ള മെറ്റേണിറ്റി വാർഡ്സ്. അപ്പൊ അങ്ങനെ കുട്ടികളെയൊക്കെ സംരക്ഷിക്കുമ്പോൾ അവർക്ക് കുറച്ച് എന്താ പറയാ പ്രൈവസി ഒക്കെ കൂടുതൽ ആവശ്യമുള്ള സ്ഥലമാണ്. അപ്പൊ അത്തരം മെറ്റേണിറ്റി വാർഡിൽ എന്ന് പറയുമ്പോൾ അവിടെ ജെൻസ് അല്ലെങ്കിൽ പുരുഷന്മാരുടെ ഒരു എന്താ പറയാ അഡ്മിഷൻ അല്ലെങ്കിൽ പ്രവേശനം കുറച്ച് കുറവായിരിക്കും. അവിടെ കൂടുതലും സ്ത്രീകൾക്ക് അവരുടേതായ പ്രൈവസിക്ക് ആവശ്യമായ ഒരു വാർഡാണ്. അപ്പൊ ദീസ് ആർ ദ ഇൻപേഷ്യന്റ് സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽസ്. ഇത് നമ്മൾ സാധാരണ അവിടെ കിട്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങളാണ്. ഇതിന്റെ ഇൻപേഷ്യന്റ് ആയിരിക്കുന്ന പേഷ്യൻസിന് ഹോസ്പിറ്റൽസിൽ കിട്ടുന്ന ചില എന്താ പറയാ ഇൻഫ്രാസ്ട്രക്ചർ അല്ലെങ്കിൽ കുറച്ച് അടിസ്ഥാന സൗകര്യങ്ങളാണ്. പേഷ്യന്റ് റൂംസ് ഉണ്ടായിരിക്കണം, പേഷ്യന്റ് വാർഡ്സ്, ഇന്റൻസീവ് കെയർ യൂണിറ്റ്സ്, ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ലേബർ റൂംസ് ആൻഡ് മെറ്റേണിറ്റി വാർഡ്സ്. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും? മാഡം ക്ലിനിക്കൽ ലബോറട്ടറീസ് ഒന്നും പെടില്ല അതില്? ക്ലിനിക്കൽ ലാബ്, ECG, എക്സ്റേ അതൊന്നും പെടത്തില്ല ഇത് ഇൻപേഷ്യൻസിന് അവിടെ കൊടുക്കുന്ന ഫെസിലിറ്റീസ് ആണ്. ഇൻപേഷ്യൻസ് അവിടെ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യൻസിന് കിട്ടുന്ന എന്താ പറയുക ഫെസിലിറ്റീസ് ആണ്. മനസ്സിലായോ? മറ്റേത് ഡയഗ്നോസിസിന്റെ ഭാഗമല്ലേ. നമ്മളപ്പോ കഴിഞ്ഞ ദിവസം പഠിച്ചതൊക്കെ ക്ലിയർ ആയില്ല. ഡിപ്പാർട്ട്മെന്റുകളെ എന്താ പറയാ മെഡിക്കൽ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നിട്ട് അതിനെ രണ്ടായിട്ട് തരംതിരിച്ചു. IPD, OPD എന്ന് പറഞ്ഞു. പിന്നെ വന്നത് സപ്പോർട്ടീവ് ഡിപ്പാർട്ട്മെന്റ്. അതിനകത്ത് വരുന്നത് ജനറൽ, തെറാപ്യൂട്ടിക്, ഡയഗ്നോസ്റ്റിക് ആൻഡ് ഇൻഫോർമേറ്റീവ്. അതിനകത്ത് ഡയഗ്നോസ്റ്റിക് എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിലാണ് ഈ പറയുന്ന ലാബും റേഡിയോളജി ഒക്കെ വരിക. ഓക്കെ, അങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് തന്നെ ആ ഒരു രീതിയിൽ തന്നെ നിങ്ങൾ ചാർട്ട് ചെയ്ത് പഠിക്കുക കേട്ടാ.
Okay, the next one, the next important department, which is outpatient department. അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റുകൾ അല്ലെങ്കിൽ what are the outpatient services provided in a hospital? ഏതൊക്കെ തരത്തിലുള്ള സേവനങ്ങളാണ് ഔട്ട്പേഷ്യന്റ് OP വിഭാഗക്കാർക്ക് നൽകപ്പെടുന്നത്? ഈ OP വിഭാഗത്തിൽ നൽകപ്പെടുന്ന സർവീസസ് അത് നമ്മൾ എന്താ പറയാ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾക്ക് if the doctor or the physician suggest that the patient is to be admitted, അത് സജഷൻ കിട്ടിയാൽ മാത്രമേ നമ്മൾ ഇൻപേഷ്യന്റ് ആകുന്നുള്ളൂ. അഡ്മിറ്റ് ചെയ്താൽ മാത്രമേ പിന്നെ നമ്മൾ ഇൻപേഷ്യന്റ് ആകുന്നുള്ളൂ. മനസ്സിലായി? ഔട്ട് പേഷ്യന്റ് സർവീസസ് എന്ന് പറയുമ്പോൾ OP വിഭാഗത്തിൽ ലഭ്യമായ നമ്മളുടെ സേവനങ്ങളാണ്. So let's see what are the outpatient services provided by a hospital എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം ഏതൊക്കെയാണെന്ന്. ഒന്നാമത്തേത് കാഷ്വാലിറ്റി. വായിക്കാം. കാഷ്വാലിറ്റി ഏതൊക്കെയാണ് സ്ക്രീനിൽ കാണുന്നുണ്ടോ നിങ്ങള്? കാണുന്നുണ്ടോ? ഒന്ന് വായിച്ചു നോക്കിയേ. കാർഡിയോളജി, ജനറൽ സർജറി, ഒപ്തോമോളജി. ഓക്കെ, വളരെ നന്നായി എല്ലാവരും വായിച്ചു. അപ്പൊ നമുക്ക് നോക്കാം ഇത് ഓരോന്നും എന്തിനു വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റുകളാണെന്ന് അല്ലെ. കാഷ്വാലിറ്റി, കാർഡിയോളജി, ഡയബറ്റോളജി, ENT, ഇയർ നോസ് ത്രോട്ട്, ജെറിയാട്രിക്സ്, ഗ്യാസ്ട്രോഎൻട്രോളജി, ജനറൽ സർജറി, ഹെമറ്റോളജി, ഒബ്സ്റ്റെട്രിക്സ്, പീഡിയാട്രിക്സ്, ന്യൂറോളജി, ഓങ്കോളജി ആൻഡ് ഒഫ്താൽമോളജി. ചിലതൊക്കെ നമുക്ക് അറിയാമായിരിക്കാം അല്ലെ. എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടോ സൗണ്ടിന്? ബിനോയ് പ്ലീസ് മ്യൂട്ട് ചെയ്യാമോ? ശരി, ഇപ്പൊ ശരിയാ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി ഓരോന്നും എന്താന്ന് നമുക്കൊന്ന് കുറച്ച് കൂടുതൽ ഓരോന്ന് ചെറിയ ചെറിയ എക്സ്പ്ലനേഷൻസ് എന്താന്ന് നമുക്ക് നോക്കാം. കാഷ്വാലിറ്റി വിച്ച് ഈസ് ഓൾസോ നോൺ ആസ് എമർജൻസി അല്ലെ. കാഷ്വാലിറ്റി എന്ന് പറയുന്നത് എമർജൻസി ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. എന്താണ് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേർ ദ പീപ്പിൾ അല്ലെങ്കിൽ ദ പേഷ്യൻസ് ആർ ബ്രോട്ട് ബൈ ആൻ ആംബുലൻസ് ഓർ ഇൻ എ സ്ട്രക്ചർ അല്ലെ. സ്ട്രെച്ചേഴ്സിലോ അല്ലെങ്കിൽ ആംബുലൻസിലോ ഒക്കെ കൊണ്ടുവരുന്ന പേഷ്യൻസിനെ പ്രവേശിപ്പിക്കുന്ന സ്ഥലം. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അതിനെയാണ് നമ്മൾ കാഷ്വാലിറ്റി ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് എന്ന് വിളിക്കുക. ഓടിച്ചാടി നടന്ന് എന്താ പറയാ ഓടി വരുന്നവരൊന്നും കാഷ്വാലിറ്റിയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അപ്പൊ നമ്മൾ വിചാരിക്കും ചില സമയങ്ങളിലൊക്കെ നമ്മൾ ദാറ്റ് മീൻസ് രാത്രി സമയത്തിലൊക്കെ ഡോക്ടേഴ്സ് ഒക്കെ എന്താ പറയാ അവരുടെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡോക്ടേഴ്സ് അവൈലബിൾ ആയിരിക്കില്ല. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ പെട്ടെന്നൊക്കെ വല്ല അസുഖം വന്നു അല്ലെങ്കിൽ വലിയവർക്ക് മുതിർന്നവരൊക്കെ നമ്മുടെ വീടുകളിൽ എന്താ പറയാ കുറച്ച് വയസ്സായവരൊക്കെ ഉണ്ട്. സോ അവർക്കൊക്കെ പെട്ടെന്നായിരിക്കും അസുഖങ്ങളൊക്കെ വരിക. ഓക്കെ, അപ്പൊ അത്തരം അസുഖങ്ങൾ വന്നു കഴിയുമ്പോൾ നമ്മള് അവരെ കൊണ്ടുപോകാനായിട്ട് നമ്മളുടെ ഹോസ്പിറ്റൽസിലേക്ക് എന്താ പറയാ ചെല്ലുമ്പോൾ അവിടെ ഡ്യൂട്ടി ടൈം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. സോ നമ്മൾ അന്നേരം ചീട്ടെടുക്കാനും ഒക്കെ ചീട്ടെടുക്കുന്ന സ്ഥലമൊക്കെ എന്താ പറയാ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അതിന് ഹോസ്പിറ്റൽസിലൊക്കെ ഒരു ടൈം ഉണ്ട്. ഇത്ര സമയം മുതൽ ഇത്ര സമയം വരെയാണ് ചീട്ട്. ആഫ്റ്റർ ദാറ്റ് ആ ഒരു എന്താ പറയാ കൗണ്ടർ ക്ലോസ് ചെയ്തിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ അഡ്മിഷൻ ടൈം എടുക്കുന്നത് ഇത്ര സമയത്തേ ഉള്ളൂ. OP വിഭാഗത്തിലെ കൗണ്ടർ ഓപ്പൺ ആയിരിക്കുന്നത് ഫ്രം ടൈം ടു ഇന്ന സമയം വരെയൊക്കെ ആയിരിക്കും. ആഫ്റ്റർ ദാറ്റ് ആ ഒരു ഇത് ക്ലോസ് ചെയ്യും. അപ്പൊ നമ്മൾ കാഷ്വാലിറ്റിയിലായിരിക്കും കാണിക്കുക. അതൊരു എമർജൻസിയിൽ വരുന്നത് തന്നെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും അതാണോ? അതല്ല, അതൊക്കെ ഒരു താൽക്കാലിക അഡ്ജസ്റ്റ്മെന്റുകൾ മാത്രമാണ്. കാഷ്വാലിറ്റിയിൽ ഓൾമോസ്റ്റ് പേഷ്യൻസ് ആർ ബ്രോട്ട് ടു ദ ഹോസ്പിറ്റൽ ബൈ ആൻ ആംബുലൻസ് ഓർ സ്ട്രെച്ചേഴ്സിലോ ആംബുലൻസിലോ ഒക്കെ ആയിരിക്കും ഇവിടെ പേഷ്യൻസിനെ കൊണ്ടുവരിക. അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് കാഷ്വാലിറ്റി. ദാറ്റ് മീൻസ് അവിടെ പേഷ്യൻസ് ഷുഡ് ബി ഗിവൺ ഇമ്മീഡിയറ്റ് കെയർ. അവിടെ പെട്ടെന്നുള്ള കെയറിങ് അവർക്ക് കൊടുക്കണം. ആഫ്റ്റർ ദാറ്റ് ആ ഒരു കാഷ്വാലിറ്റിയിലെ ട്രീറ്റ്മെന്റ് അതെന്താണെന്ന് അല്ലെങ്കിൽ ഈ പറയുന്ന പേഷ്യന്റിനെ വേർച്ചു പോകും. അത് കഴിഞ്ഞിട്ട് എവിടേക്ക് അവിടെ മൂവ് ചെയ്യിപ്പിക്കേണ്ടതെന്ന് അവിടുത്തെ ആ ഒരു കൺസൾട്ടേഷൻ കഴിഞ്ഞതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. ഇപ്പൊ വല്ല ആക്സിഡൻസ് ഒക്കെയാണ്, കാലിനോ അല്ലെങ്കിൽ തലയ്ക്കോ വല്ലൊക്കെ വലിയ ഇഞ്ചുറീസ് ഒക്കെയാണ് വന്നിരിക്കുന്നത്, അത് ഏത് ഭാഗവുമായി ഏത് ഓർഗനുമായി റിലേറ്റ് ചെയ്തതാണെന്നുള്ളത് അല്ലെ ബോഡിയിലെ ഏത് കാര്യവുമായി ബന്ധപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് അവരെ ആ പ്രോപ്പർ ഡിപ്പാർട്ട്മെന്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ട്രാൻസ്ഫർ ചെയ്യുക എന്ന് ഓർക്കുക. അപ്പൊ കാഷ്വാലിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട കെയർ കിട്ടാൻ വേണ്ടി പേഷ്യൻസിനെ ആംബുലൻസിലോ അല്ലെങ്കിൽ സ്ട്രെച്ചസിലോ ഒക്കെ കൊണ്ടുവരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് ഓർക്കുക. ദെൻ കാർഡിയോളജി. എന്താണ് കാർഡിയോളജി? Cardiology department which handles the problems of heart അല്ലെ. ഹാർട്ട് പ്രോബ്ലംസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഡിസീസസും ക്യൂർ ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ കെയർ ചെയ്യപ്പെടുന്ന ക്യൂറിങ്
ചെയ്യപ്പെടുന്ന ഒരു സ്ഥലമാണ് കാർഡിയോളജി എന്ന് പറയുന്നത്. അപ്പൊ ഹാർട്ടിന്റേതായ എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. ഒത്തിരി ഇന്നത്തെ ഏറ്റവും കൂടുതലുള്ള പ്രോബ്ലംസ് ആളുകൾ ഫേസ് ചെയ്യുന്ന ഡിസീസ് 1 ഈസ് റിലേറ്റഡ് ടു ഹാർട്ടാണ്. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട അസുഖങ്ങളാണ് ഇന്ന് കൂടുതലും ആളുകൾക്കുള്ളത്. വേ ഓഫ് അവർ ലൈഫ് സ്റ്റൈൽ ആയിരിക്കാം, നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് ആയിരിക്കാം, ഒത്തിരി ടെൻഷൻസ് ആയിരിക്കാം. ഓക്കെ, എന്തൊക്കെയായാലും ഈ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസിനെയും ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റിനെയാണ് നമ്മൾ കാർഡിയോളജി എന്ന് വിളിക്കുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ഡെർമറ്റോളജി. എന്താണ് ഡെർമറ്റോളജി? The branch of skin and yes, the branch of science which deals with the skin, hair, nails and cosmetic problems. ഇതെല്ലാം ഉണ്ട്. ഇപ്പൊ പണ്ടൊക്കെ സ്കിന്നാന്ന് മാത്രമേ നമ്മൾ പറയുള്ളൂ. ഡെർമറ്റോളജി എന്ന് പറയുമ്പോൾ സ്കിൻ റിലേറ്റഡ് ആയിട്ടുള്ള സ്കിന്നിൽ അതിന്റെ പുറത്ത് ഇങ്ങനെ എന്താ പറയാ റാഷസ് ഉണ്ടാകുക, ചൊറിച്ചില്, മാന്തല്, അല്ലെ, അങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളൊക്കെ സ്കിൻ റിലേറ്റഡ് ആയിട്ടൊക്കെ എപ്പോഴൊക്കെ വരുന്നതാണ്. എല്ലാവർക്കും, ചെറിയവർക്കും കുട്ടികൾക്കും അതുപോലെ വലിയവർക്കും ഒക്കെ വരുന്നതാണ്. ഇത് മാത്രമല്ല, ഇന്ന് ഡെർമറ്റോളജി ഒരു എന്താ പറയാ ഒരു വിശാലമായ ഒരു ഡിപ്പാർട്ട്മെന്റ് തന്നെയാണ്. വിച്ച് ഓഫേഴ്സ് മെഡിസിൻസ് ഓർ മെഡിക്കൽ ട്രീറ്റ്മെന്റ് ഫോർ ഹെയർ. നമ്മുടെ ഹെയർ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ്, ഡാൻഡ്രഫ്, ഹെയർ ഗ്രോത്തിനെ ഡെർമറ്റോളജിസ്റ്റിനെയൊക്കെ കാണും. ഹെയർ ഗ്രോത്ത് ഇല്ല, അല്ലെങ്കിൽ ഹെയർ മൊത്തത്തിൽ ഇങ്ങനെ എന്താ പറയാ ഇളകിപ്പോകുക, മൊത്തത്തില് ഒരുമിച്ചൊക്കെ ഇളകിപ്പോകുക, ഓരോന്നോരൊന്നും കൊഴിഞ്ഞു പോകുന്നതല്ല, ഒരു പാർട്ടിൽ നിന്നൊക്കെ ചിലപ്പോ ഒരു പർട്ടിക്കുലർ സ്പേസിൽ ഒരു സർക്കുലർ ഒരു ഇതിലൊക്കെ അങ്ങനെ തന്നെ അടർത്തിയെടുത്തതുപോലെയൊക്കെ ഇങ്ങനെ പോകുന്ന ആളുകളും ഉണ്ട്, അല്ലെ. പിന്നെ നെയിൽ പ്രോബ്ലംസ്, നഖത്തിന് ഇപ്പൊ ചില നഖത്തൊക്കെ എപ്പോഴെപ്പോഴും കേടാകുക, അത് കയ്യിന്റെയോ കാലിന്റെയോ ഒക്കെ ഒത്തിരി പേർക്ക് അങ്ങനെയൊക്കെ നമ്മൾ കാണാറുണ്ട്. അങ്ങനത്തെ പ്രോബ്ലംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ് ചെയ്യുന്ന സ്ഥലം. ആൻഡ് ആഫ്റ്റർ ഓൾ മോർ ഓവർ ഇതിലെല്ലാം പുറമെ നമുക്ക് എന്താ പറയാ കോസ്മെറ്റിക് പ്രോബ്ലംസിന് ഇന്ന് ഹൈ ഡിമാൻഡ് ആണ് ഡെർമറ്റോളജിയിൽ. കോസ്മെറ്റിക് പ്രോബ്ലംസ് മീൻസ് നമ്മുടെ ഫേസിലൊക്കെ ഉണ്ടാകുന്ന അൺവാണ്ടഡ് ആയിട്ടുള്ള പല സാധനങ്ങളും ഉണ്ട്. നമ്മൾ ആഗ്രഹിക്കാത്ത ചില മോൾസ്, അല്ലെ, ഈ എന്താ പറയാ കാക്കപ്പുള്ളി, അതുപോലെ തന്നെ എന്താ പറയാ വാട്സ്, നമ്മുടെ അരിമ്പാറ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. പിന്നെ എന്തെങ്കിലുമൊക്കെ സ്കാർസ്, ഭയങ്കര അടയാളങ്ങൾ, മായാത്ത അടയാളങ്ങൾ. അപ്പൊ അതൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ട്രീറ്റ് ചെയ്ത് കളയുക, നമുക്ക് എപ്പോഴും അപ്പിയറൻസ് എപ്പോഴും ഗുഡ് ലുക്കിംഗ് ആക്കിയിരിക്കുക എന്നുള്ളത് എല്ലാവരെയും ഒരു ആഗ്രഹമാണല്ലോ. സോ അതിന് അൺവാണ്ടഡ് ആയിട്ടുള്ള എന്ത് സാധനമായാലും, അൺവാണ്ടഡ് ഹെയർസ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലൊക്കെ ഇങ്ങനെ ഹെയർ വളരുക, ഇത്തരം ഒത്തിരി പ്രോബ്ലംസിന് ഇന്നൊരു പരിഹാര മാർഗം ഈ ഒരു ഡെർമറ്റോളജി ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഡെർമറ്റോളജി ഇസ് ദ മെഡിക്കൽ സയൻസ് ദാറ്റ് ഡീൽസ് വിത്ത് ദ പ്രോബ്ലംസ് ഓഫ് സ്കിൻ, ഹെയർ, നെയിൽസ് ആൻഡ് ഓൾസോ കോസ്മെറ്റിക് പ്രോബ്ലംസ്. അപ്പൊ സ്കിൻ മാത്രമല്ല എന്ന് ഓർത്തിരിക്കാം. ക്ലിയർ ആയോ? നെക്സ്റ്റ് വൺ ENT. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളതാണ് ENT. കൊച്ചുകുട്ടികളൊക്കെ ആയിരുന്നപ്പോ, അല്ലെങ്കിൽ നമുക്ക് കൂടെ ഉള്ള കൊച്ചുകുട്ടികളൊക്കെ തന്നെ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ എന്താ പറയാ പേടിപ്പിക്കുന്ന ചില അസുഖങ്ങൾ ഇതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ചിലപ്പോൾ ചെവി വേദന, അല്ലെങ്കിൽ എന്താ പറയാ സംസാരിക്കുമ്പോ ഇങ്ങനെ ചിലർ മൂക്കില് കുറച്ച് കൂടുതൽ സ്ട്രെയിൻ കൊടുത്തിട്ട് സംസാരിക്കുന്നവരുണ്ട്. അപ്പൊ ഈ മൂക്കിൽ ദശ വളരുന്നതിന്റെ ഭാഗമായിട്ടോ, പിന്നെ ത്രോട്ട് ഇൻഫെക്ഷൻസ്, തൊണ്ടവേദന എടുക്കുന്നു, തൊണ്ടവേദന നൈസ്കൃതിക്ക് യാതൊരു കുറവും പിള്ളേർ വരുത്തില്ല. എത്ര മഴയാണെന്ന് പറഞ്ഞാലും അതൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും. എന്നിട്ട് തൊണ്ടവേദന, അല്ലെ. അല്ലാത്തതുമായിട്ടുള്ള ഇയർ നോസ് ത്രോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഏത് പ്രോബ്ലംസിനും ഉള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ്, അതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ENT അല്ലെങ്കിൽ ഇയർ നോസ് ത്രോട്ട് പ്രോബ്ലംസ്. ഇപ്പൊ ചെറുതായിട്ടൊക്കെ എന്താ പറയാ ത്രോട്ട് ഇൻഫെക്ഷൻസ് ഒക്കെ ചിലത് ചിലപ്പോൾ ക്യാൻസറസ് ആയിട്ടുള്ള ത്രോട്ട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. അത്തരം ചില സിറ്റുവേഷൻസിലും ഈ ഒരു വിഭാഗം തന്നെയാണ് അതിനെ ട്രീറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യാനും ഒക്കെ ഉള്ളത് എന്നുള്ളത് ഓർക്കാം. അപ്പൊ ഈ ചെവിക്കും തൊണ്ടവേദനയ്ക്കും കാണിക്കുന്ന ഒരു സെക്ഷൻ അതല്ലേ ഇതുകൊണ്ട് ഉദ്ദേശിക്കണ? അതെ, ചെവി ഉണ്ടാവും, തൊണ്ട ഉണ്ടാവും, ഒത്തിരി ഉണ്ട്. അതായത് നമ്മുടെ ഈ എന്താ പറയാ നെക്കിന് എബവ് ആയിട്ടുള്ളതിന് ഒക്കെ ഒരു ചികിത്സകളൊക്കെ കിട്ടുന്നത്. അതിന്റെ ഇവിടെയൊക്കെ ഉണ്ടാകുന്ന അത് പറയുന്നുണ്ട്, തൊണ്ടയിലൊക്കെ ഉണ്ടാകുന്ന ക്യാൻസേഴ്സ് വരെയും ഒക്കെ ട്രീറ്റ് ചെയ്യപ്പെടാം ഈ ഒരു വിഭാഗത്തില്. ENTനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് അവിടെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാം. നമ്മൾ വിചാരിക്കും ഈ ഒരു ചെറിയ തൊണ്ടവേദന അല്ലെങ്കിൽ ഒരു ചെവി വേദന, ഒരു മൂക്ക് എന്തെങ്കിലും അലർജിക്കൽ ആയിട്ടുള്ള ചില പ്രശ്നങ്ങൾ, എപ്പോഴും തുമ്മുക, രാവിലെ ഒക്കെ എഴുന്നേൽക്കുമ്പോൾ ചില കുട്ടികളൊക്കെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഒരുപാട് ഇങ്ങനെ വെറുതെ കുറെ പ്രാവശ്യം തുമ്മും. അത് ഇനി കുറച്ച് കഴിയുമ്പോൾ ഓക്കെ. ചില കുട്ടികൾക്ക് അല്ലെങ്കിൽ വൈകുന്നേരം വെറുതെ ഇങ്ങനെ കുറെ തുമ്മിക്കൊണ്ടിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോൾ ഓക്കെ. നേരം വെളുക്കുമ്പോൾ രാവിലെ തുമ്മുന്നവർക്ക് വൈകുന്നേരം ഇല്ല, നേരം വെളുക്കുമ്പോൾ ഉള്ളവർക്ക്, പിന്നെ വൈകുന്നേരം ഉള്ളവർ കാലത്ത് കഴിയുമ്പോൾ ഓക്കെയാണ്. ശരി, അങ്ങനെയൊക്കെയുള്ള അതൊക്കെ അലർജിയുടെ ആണ്. അത്തരം പ്രശ്നങ്ങളൊക്കെ ഇവിടെ ട്രീറ്റ് ചെയ്യുന്നുണ്ട് ENTയിലും. ദെൻ അടുത്തത് ഏതാണ്? ജെറിയാട്രിക്സ് ആണ്. എന്താ ജെറിയാട്രിക്സ് എന്ന് കേട്ടിട്ടുണ്ടോ?
ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ ടു ദ ഓൾഡർ അഡൽട്സ് ആണ്. അതായത് ഹൈ ക്വാളിറ്റി പേഷ്യന്റ് കെയർ വിച്ച് ഇസ് ഗിവൻ ടു ദ ഓൾഡർ അഡൽട്സ്. നല്ല പ്രായമേറിയ അല്ലെ, പ്രായമേറിയവർക്ക്, വയസ്സായവർക്ക് തന്നെ അതാണ് ഉപയോഗിക്കാം. വയസ്സായവർക്ക് ഏറ്റവും കൂടുതൽ നല്ലൊരു സ്പെഷ്യൽ കെയർ കൊടുക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ് എന്ന് പറയുന്നത്. നമുക്കറിയാം വയസ്സായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് രോഗങ്ങള് മനുഷ്യന്മാരെ അലട്ടിക്കൊണ്ടിരിക്കും അല്ലെ. ബട്ട് സം എന്താ പറയാ ഡിസീസസ് കനോട്ട് ബി ക്യൂർഡ്. അതിനകത്ത് അങ്ങനെ ഉണ്ടാകുന്ന ചില അസുഖങ്ങൾ നമുക്ക് ക്യൂർ ചെയ്യാൻ പറ്റുന്നതൊന്നുമല്ല, കാരണം പ്രായാധിക്യം കൊണ്ടുണ്ടാകുന്നതാ. അത് നമ്മൾക്ക് ഇനി അതങ്ങോട്ട് മാറാനൊന്നും പോകുന്നൊന്നുമില്ല. പക്ഷെ ഒരു ആശ്വാസം അവര് ഈ ഒരു പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ജെറിയാട്രിക് വിഭാഗത്തിലാണ് നിങ്ങളെ കൊണ്ടുപോയി കാണിക്കണം. വയസ്സായ അച്ഛനോ അമ്മമ്മയോ അപ്പൂപ്പനോ ഒക്കെ ഉണ്ടെങ്കിൽ അവരെ കൊണ്ടുപോയി കാണിക്കുമ്പോ ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റിലാണ് കൊണ്ടുപോയി കാണിക്കണേ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഡിപ്പാർട്ട്മെന്റ് ഉണ്ടാവാറുണ്ട് ഹോസ്പിറ്റലില്. പാലിയേറ്റീവ് കെയർ ആണോ ഉദ്ദേശിച്ചത്? അല്ല, അത് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അങ്ങനെ വരുന്ന ആളുകൾക്ക് എന്താ പറയാ ചില എക്യുപ്മെന്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ഇങ്ങനെ എന്താ പറയാ കിടപ്പ് രോഗികള് അവർക്ക് കൊടുക്കുന്ന കെയറിങ്ങിന് വേണ്ടിയിട്ടുള്ള എക്യുപ്മെന്റ് പ്രൊവൈഡ് ചെയ്യുക. അപ്പൊ വാട്ടർ ബെഡ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊടുക്കുന്നത് അതല്ല. ജെറിയാട്രിക്സ് എന്ന് പറയുന്നത് ഇത്ര മെജോറിറ്റി പീപ്പിളിൽ ഉണ്ടാകുന്ന കോമൺ ആയിട്ടുണ്ടാകുന്ന അസുഖങ്ങളൊക്കെ ട്രീറ്റ് ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് സാധാരണയായിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനു വേണ്ടി പഠിച്ചിരിക്കുന്ന ആളുകൾ ഉണ്ടാവുമല്ലോ. ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചിരിക്കുന്ന എൽഡർലി പീപ്പിളുകൾക്ക് ഇപ്പൊ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ അതിന്റെ തൊട്ട് താഴെ വരുന്നുണ്ട് പീഡിയാട്രിക്സ് ആരാ? തൊട്ട് താഴെ ഒരു ഡിപ്പാർട്ട്മെന്റ് വലുതാവണേ മനസ്സിലാവുന്നത്. കുട്ടികളെ ശുശ്രൂഷിക്കാനുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടെങ്കിൽ വാട്ട് അബൌട്ട് എൽഡർലി പീപ്പിൾ? ഒത്തിരി പ്രായം ശുശ്രൂഷയൊന്നും ലൈഫ് എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരുപോലെ ചെറുതായിക്കോട്ടെ വലുതായിക്കോട്ടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിങ് ആണ് നമ്മളെ സംബന്ധിക്കുന്ന ലൈഫ് എന്ന് പറയുന്നത്. അപ്പൊ ജെറിയാട്രിക്സ് ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. എൽഡർലി പീപ്പിളിന് സാധാരണ ഉണ്ടാകാവുന്ന കോമൺ ആയിട്ടുള്ള എന്താ പറയാ സന്ധി വേദന, ജോയിന്റ് പെയിൻസ്, ചിലപ്പോൾ അങ്ങനെ വിരലൊക്കെ ഇങ്ങനെ എന്താ പറയാ ഫ്ലെക്സിബിൾ അല്ലാതെ സ്റ്റിഫായിട്ട് നിൽക്കുന്ന ഒരവസ്ഥ, ഇങ്ങനെയൊക്കെ പറയും ഇവര്. ജീവിതശൈലി രോഗമാണ് ഉദ്ദേശിക്കണേ മാഡം? ജീവിതശൈലി രോഗം അതാണ് ഉദ്ദേശിക്കണേ? അങ്ങനത്തെ ഡയബറ്റിക്സ് ഒക്കെ പോലുള്ള അങ്ങനെ ദൈനംദിന എൽഡർലി പീപ്പിളിന് പറയുന്നതാണ്. വയസ്സായവര് ജീവിതശൈലി രോഗം വയസ്സായവർക്ക് മാത്രമല്ല നമുക്കും ഉണ്ടാകാം. കാരണം നമ്മളിപ്പോ എന്താ പറയാ അല്ല ഇങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ടോ ഹോസ്പിറ്റലിൽ? കേട്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചു. അങ്ങനെ ഉണ്ടോ? ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് എനിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ അവരെ മാത്രം, അതായത് അത്തരം എൽഡർലി പീപ്പിളിനെ മാത്രം ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു എന്താ പറയാ അങ്ങനെ അതിനുവേണ്ടി മാത്രം പഠിച്ചിരിക്കുന്ന ഡോക്ടേഴ്സ് ഉണ്ട്, സ്പെഷ്യലിസ്റ്റുകളുണ്ട്. മനസ്സിലായോ? അപ്പൊ അങ്ങനെയുള്ള ഡോക്ടേഴ്സ് ഹാൻഡിൽ ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് പറയും. അവരെ മാത്രം നോക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് അവരുടെ കാര്യങ്ങൾ എന്താണ്, ഇത്തരം എൽഡർലി പീപ്പിളുകൾക്ക് ഉണ്ടാകാവുന്ന അസുഖങ്ങൾ, കോമൺ ആയിട്ടുള്ള ജനറൽ ആയിട്ടുള്ള ഡിസീസസ് എന്താണെന്ന് നോക്കി പഠിച്ച് അവർക്ക് വേണ്ടി കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ. ബിനോയ് ഒന്ന് മ്യൂട്ട് ചെയ്യാമോ? ബിനോയ് ഡിസ്റ്റർബൻസ് വരുന്നുണ്ടെന്നാണ് പറയണേ. ചിലർക്ക് ക്ലിയർ ആകുന്നില്ല സൗണ്ട്. ഓക്കെ, അപ്പൊ അത്തരം അതായത് ഒരു 70 എബവ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോ നമുക്ക് കോമൺ ആയിട്ട് ചില അസുഖങ്ങളൊക്കെ പിടിപെടും. എന്താ പറയാ നമ്മുടെ എന്താ പറയാ തേയ്മാനം അല്ലെ, ഈ വിറയല്, ചില വയസ്സായി കഴിയുമ്പോ വയറയൽ എല്ലാവർക്കും പറഞ്ഞോന്നല്ല പറഞ്ഞത്, ചിലർക്കൊക്കെ വരാം. സോ അങ്ങനെയുള്ളവർക്ക് മാത്രം കൊടുക്കുന്ന ട്രീറ്റ്മെന്റിന് വേണ്ടി ജെറിയാട്രിക്സ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ ഒരു ഡിപ്പാർട്ട്മെന്റ് ആയിട്ട് നമുക്ക് ഹോസ്പിറ്റൽസിൽ കാണാൻ പറ്റില്ലെങ്കിലും അത്തരം ആളുകളെ ട്രീറ്റ് ചെയ്യുന്ന ജെറിയാട്രിക് സ്പെഷ്യലിസ്റ്റുകളുണ്ട്. അപ്പൊ അവര് കൈകാര്യം ചെയ്യുമ്പോൾ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഒരു പേര് ഇട്ടു എന്ന് മാത്രം. മനസ്സിലായോ? അപ്പൊ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റുകൾ കൊടുക്കുക. കോമൺ ഈ പറയുന്ന രോഗങ്ങളൊന്നും നമ്മൾ കൊടുക്കുന്ന മരുന്നുകൾ കൊണ്ടൊന്നും ക്യൂർ ചെയ്യാനൊന്നും പറ്റൊന്നുമില്ല. പക്ഷെ ആ ഒരു എന്താ പറയാ വിഭാഗം ഇങ്ങനെ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രോബ്ലംസിനെ കേൾക്കാനും അവർക്ക് വേണ്ട അതിനെ കുറയ്ക്കാനും അതിന്റെയൊക്കെ ശക്തി. ഇപ്പം പെയിൻസ് ഒക്കെ ഉണ്ടാവും പല ജോയിന്റുകളിലൊക്കെ. അവർക്ക് പഴയതുപോലെ ഓടി നടക്കാനൊന്നും പറ്റില്ല, നമുക്ക് അറിയാലോ പ്രായം ചെന്ന് കഴിയുമ്പോ. അപ്പൊ നടക്കുമ്പോഴോ ഇരിക്കുമ്പോഴോ എഴുന്നേൽക്കുമ്പോഴൊക്കെ പലതരത്തിലുള്ള വേദനകളോ മടങ്ങിയ കാലുകളൊക്കെ നിവർത്താൻ പറ്റാത്ത അവസ്ഥ, അങ്ങനെയൊക്കെ വരുമ്പോൾ ഒത്തിരി പെയിൻഫുൾ ആകാം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഉണ്ടാകാവുന്ന ഈ പറഞ്ഞ ഡയബറ്റീസ്, അത്തരം പ്രോബ്ലംസ്, BP അല്ലെ, സ്ട്രോക്ക് ഒക്കെ വരാനൊക്കെ സാധ്യത കൂടുതലാണ്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു കെയറിങ്, അവർക്ക് കൂടുതൽ കെയറിങ്, അതാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു വിഭാഗം അതാണ് ജെറിയാട്രിക്സ്. എൽഡർലി പീപ്പിളിനെ ഹാൻഡിൽ ചെയ്യുക, അവരുടെ ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടുള്ള, അവർക്ക് നല്ല ഹൈ ക്വാളിറ്റി ട്രീറ്റ്മെന്റ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. ദെൻ അടുത്തത് ഏതാ? ഗ്യാസ്ട്രോഎൻട്രോളജി ആണ്. ഗ്യാസ്ട്രോഎൻട്രോളജി എന്തായിരിക്കും? The medicinal study അല്ലെങ്കിൽ the medical science which is concerned with the
ഡിസീസസ് ഓഫ് അവർ സ്റ്റൊമക് ആൻഡ് ഇന്റസ്റ്റൈൻസ്. അതാണ് അതായത് നമ്മളുടെ ഉദര സംബന്ധമായത് അല്ലെങ്കിൽ ഉദരത്തിനകത്ത് കിടക്കുന്ന രണ്ട് സാധനങ്ങളാണ് ഏതൊക്കെ? ഇന്റസ്റ്റൈൻസ്. എന്താണത്? ഇന്റസ്റ്റൈൻസ് അല്ലെ, കുടലുകള്. രണ്ട് പ്രധാനപ്പെട്ട കുടലുകളുണ്ടല്ലേ, ഏതാണ്? അല്ലേ, വൻകുടല്, ചെറുകുടല്. അപ്പൊ ഇവയ്ക്ക് സംബന്ധമായിട്ടുള്ള കുടലുകൾ സംബന്ധമായ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോൾ സ്റ്റൊമക്ക് ഭയങ്കരമായിട്ട് പ്രശ്നമാകും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾക്ക് എന്താ പറയാ നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റ് ആണ് ഗ്യാസ്ട്രോ എൻട്രോളജി എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റൊമക്ക് ആൻഡ് ഇന്റസ്റ്റൈൻ പ്രോബ്ലംസ് ആണ് കേട്ടോ. അടുത്ത ജനറൽ സർജറീസ് ആണ്. ജനറൽ സർജറി എന്ന് പറയുമ്പോൾ നമുക്കറിയാം എല്ലാ തരത്തിലുള്ള കോമൺ ആയിട്ട് വരുന്ന ചില സർജറീസ് ഒക്കെയാണ് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ്, എന്താ പറയാ, സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സർജറി അല്ല, കോമൺ ആയിട്ട് ജനറൽ ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വൺ ഹെമറ്റോളജി ആണ്. ഹെമറ്റോളജി ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഡീൽസ് ദ പ്രോബ്ലംസ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ്. അല്ലെ, നമ്മുടെ ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് പ്രോബ്ലംസിനും ബ്ലഡ് സെൽസിനൊക്കെ ഉണ്ടാകുന്ന ഏത് തരത്തിലുള്ള ഡിസീസസും അത് ട്രീറ്റ് ചെയ്യാം, അതിനെ പ്രിവെന്റ് ചെയ്യാനൊക്കെ ഉള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. ബ്ലഡ്, ഹിമോഗ്ലോബിൻ, അതിന്റെ ഒക്കെ ആ ഒരു വേർഡിൽ നിന്നാണ് ഹെമറ്റോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് തന്നെ ഉണ്ടായത്. ബ്ലഡ് സെൽസിൽ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസിനെ ക്യൂർ ചെയ്യുന്നതിനുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ് ഹെമറ്റോളജി. മേഡം, ഈ ജെറിയാട്രിക്സ് എന്ന് പറയുമ്പോൾ ഈ വൈദ്യശാസ്ത്ര ശാഖയല്ലേ മേഡം? അത് വൈദ്യശാസ്ത്രം എന്ന് പറയുമ്പോൾ എന്തായിപ്പോയി? ആയുർവേദായിപ്പോയാ ജെറിയാട്രിക്സ്? ഇന്ന് ആളുകള് പല രീതിയിലുള്ള മെഡിസിൻസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. എന്താ പറയാ, നമ്മള് സാധാരണ ഭാഷയിൽ പറയണെങ്കിൽ എന്താ പറയാ, നമ്മൾ ഇങ്ങനെ പറയുമല്ല, ഇംഗ്ലീഷ് മരുന്നുണ്ട്, ആയുർവേദം ഉണ്ട്, ഹോമിയോപ്പതി എന്നൊക്കെ പറയും, ചിലർ അലോപ്പതി എന്നൊക്കെ പറയും. അല്ലേ, നമ്മൾ പഠിക്കുന്ന ഇതിനെ കുറിച്ചിട്ടാണ്. എന്താണ്? മെഡിക്കൽ സയൻസ് ആണ് നമ്മൾ പഠിക്കുന്നത്. മെഡിക്കൽ സയൻസിനകത്ത് വരുന്ന ഹോസ്പിറ്റൽസ് ആണ്. നമ്മൾ ആയുർവേദം അല്ല പഠിക്കുന്നത്. പിന്നെ എല്ലാ രീതിയിലുള്ള ചികിത്സകളും പല അത് ഓരോ രീതിയിലേക്ക് പോകും. ചിലർക്ക് എന്താ പറയാ, നമ്മുടെ ഇന്ത്യൻ എന്താ പറയാ മെഡിക്കൽ സയൻസിനെ ആയിരിക്കും നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്നത്. ചിലര് രോഗം മാറാനായിട്ട്, ചിലര് ആയുർവേദത്തിലേക്ക് പോകും, ചിലര് ഹോമിയോപ്പതിയിലേക്ക് പോകും. ഹോമിയോപ്പതിയിലും ഉണ്ടാകും ഇവരെ ചികിത്സിക്കുന്ന ആൾക്കാര്, എന്താ പറയാ ആയുർവേദത്തിലും ഉണ്ടാവും. അല്ലാണ്ട് വയസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് രോഗം വന്നാലും ആയുർവേദം മാത്രം കാണിക്കാൻ പാടില്ലൊന്നുമില്ല. അതായത് നമ്മളുടെ ഈ പറയുന്ന അലോപ്പതിയിലും ഉണ്ട് എന്താണ് ഈ ഇത്തരം വിഭാഗം ഇവരെ കൈകാര്യം ചെയ്യുന്ന ഫിസിഷ്യൻസ്. അതുപോലെ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ജെറിയാട്രിക്സ്. പോകുന്നില്ലേ അവിടെ നിന്ന്? ജെറിയാട്രിക്സ് ഇന്ന് ഇങ്ങോട്ട് പോകുന്നില്ലേ ബിനോയ്? മനസ്സിലായോ? ഓക്കെ. അത് ഏത് എന്താ പറയാ ബ്രാഞ്ച് ഓഫ് മെഡിക്കൽ ഫീൽഡിലും ഉണ്ടായിരിക്കും, ഓരോ വിഭാഗത്തിലും. എല്ലാ വിഭാഗത്തിലും ഇപ്പൊ കുട്ടികളെ നമുക്ക് എന്താ പറയാ ഈ ഇംഗ്ലീഷ് മരുന്ന് തന്നെ കൊടുക്കണമെന്നില്ലല്ലോ. ചില ആളുകള് കുട്ടികൾക്ക് എന്ത് രോഗം ഉണ്ടായാലും വേഗം ഹോമിയോയിൽ കൊണ്ടുപോയി കാണിക്കും. ചിലർ ആയുർവേദം മാത്രമേ കൊടുക്കുള്ളൂ. കാരണം ഈ എന്താ പറയാ അലോപ്പതിയിൽ ഒത്തിരി സൈഡ് എഫക്റ്റുകൾ ഉണ്ട്, മരുന്നുകൾക്ക് ഒത്തിരി എന്താ പറയാ ഡ്രഗ്സ് നമ്മുടെ കുട്ടികളുടെ ശരീരത്തിലേക്ക് ഇങ്ങനെ കയറ്റണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇപ്പോഴേ തന്നെ കുട്ടികളുടെ ബോഡിയൊക്കെ എന്താ പറയാ അൺഹെൽത്തി ആയിട്ടൊക്കെ ഒത്തിരി മരുന്ന് കഴിച്ച് ഒത്തിരി ഇതാവണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ചിലർ വേഗം ആയുർവേദം ആവുമ്പോൾ വലിയ പ്രശ്നമില്ല, വലിയ സൈഡ് എഫക്ട് ഇല്ല എന്നൊക്കെയാണ് പറയണത്. പിന്നെ ഹോമിയോപ്പതിയിലാണെങ്കിലും അങ്ങനെ ഇല്ല, അങ്ങനെ പറയുന്നു. അല്ല, ഏത് മരുന്ന് കഴിച്ചാലും നമ്മൾക്ക് രോഗം ഭേദമാകുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ശരീരത്തിൽ ഇഫക്ട് ചെയ്യുന്നത് കൊണ്ടാണ്. ഇനി എഫക്ട് ഉണ്ടെങ്കിൽ അതിനൊക്കെ ആഫ്റ്റർ എഫക്റ്റ് ഉണ്ടാകുമായിരിക്കും, അല്ലെ? അതൊക്കെ ഒരു പരിധി വരെയൊക്കെ അങ്ങനെ ഉണ്ടാവും. അതൊക്കെ കുറെയൊക്കെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ശരീരം. എന്താണ് ഈ എന്തെങ്കിലുമൊക്കെ മരുന്നുകളെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മുടെ രോഗം ഭേദമാകാനും അതിനെ റെസിസ്റ്റ് ചെയ്ത് നമുക്ക് പിന്നെ ആ രോഗമില്ലാതായി ഒക്കെ നൽകാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോ ഏത് സാധനം എനിത്തിങ് ടു മച്ച് ഈസ് ബാഡ് എന്ന് നമുക്ക് അറിയാം, അല്ലെ? എന്നുവെച്ചാ എന്താ എനിത്തിങ് ടു മച്ച് ഈസ് ബാഡ് എന്ന് വെച്ചാൽ എന്താ? അധികമായാലും അമൃതമാണ്. അധികമായാലും അമൃതം എന്ന് പറയുന്നത് ജീവൻ നിലനിർത്താൻ ഉപയോഗിക്കുന്ന ഒരു സാധനമാണെന്ന് പണ്ട് പുരാണങ്ങളിൽ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ആ അമൃതാണെങ്കിലും അധികമായി കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ എന്താ പറയാ ശരീരത്തിന് കേടാണ് എന്നാണ് അതിൽ നിന്ന് അറിയാം. അപ്പൊ അതുപോലെ തന്നെ എന്ത് സാധനവും നമുക്ക് രോഗം മാറുക എന്നുള്ളതാണ് ഉദ്ദേശമെങ്കിൽ ഏത് ടൈപ്പ് ഓഫ് മെഡിക്കൽ ഫീൽഡിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യണമെന്ന് അവരവരുടെ അതൊക്കെ പേഴ്സണൽ ആയിട്ടുള്ള ചോയ്സുകളാണ്. അപ്പൊ എല്ലാത്തിലും ഉണ്ടായിരിക്കും ഓരോ വിഭാഗം. ഇപ്പൊ കുട്ടികൾക്കും അതെ കാണിക്കുന്നതിന് അതിന് ഇംഗ്ലീഷിൽ നമ്മൾ ഇംഗ്ലീഷ് മരുന്നാണെങ്കിൽ അലോപ്പതിയിൽ നമ്മൾ പീഡിയാട്രിക്സ് എന്ന് പറയും. അത് മറ്റു വൈദ്യശാസ്ത്രത്തിൽ എന്ന് പറയുന്നത് എനിക്കറിയില്ല. അപ്പൊ ഓക്കെ, അപ്പൊ ഒബ്സ്റ്റട്രിക്സ് എന്ന് പറയാം, സോറി ഹെമറ്റോളജി ആണ് നമ്മൾ പറഞ്ഞ ബ്ലഡ് ആൻഡ് ബ്ലഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസിന് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. നെക്സ്റ്റ് വൺ ഒബ്സ്റ്റട്രിക്സ് ആണ്. എന്താണ്
It is the study of which is concentrated on childbirth. കുട്ടികൾ ഉണ്ടാകുന്നത്, pregnancy, പിന്നെ എന്താ പറയാ postpartum period. എന്ന് വെച്ചാൽ കുട്ടികൾ ഉണ്ടായതിനു ശേഷം, ചൈൽഡിന്റെ ബർത്തിന് ശേഷമുള്ള ഒരു കുറച്ച് കാലഘട്ടം അതിനെയാണ് പോസ്റ്റ്മോർട്ടം പീരീഡ് എന്ന് വിളിക്കുക. പോസ്റ്റ്മോർട്ടം അല്ല, പോസ്റ്റ്പാർട്ടം പീരീഡ് എന്ന് പറയുന്നത്. അത് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞതിന് ശേഷമില്ലേ. ഇപ്പൊ ഈ ഒരു എന്താ പറയാ മെഡിക്കൽ സയൻസിനോ അല്ലെങ്കിൽ ഈ ഒരു ഡിപ്പാർട്ട്മെന്റിന് ഭയങ്കര ഡിമാൻഡാണ്. കാരണം പണ്ടൊക്കെ ഈ പറയുന്ന പോലെ ഡെലിവറി ഒക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ തന്നെയാണ് അവർക്ക് ശുശ്രൂഷകൾ കൊടുക്കുക അല്ലെ. എന്താ പറയാ ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കുക, കുട്ടിയെ അമ്മയൊക്കെ കുളിപ്പിക്കുക, പിന്നെ എന്താ പറയാ അവർക്ക് എന്താ പറയാ വിഷിലൊക്കെ വീടുകളിൽ തന്നെയാണ്. പിന്നെ എന്തൊക്കെ കുറെ ഇതൊക്കെ അകത്തേക്ക് കഴിക്കാനായിട്ടൊക്കെ ഉള്ള ആയുർവേദത്തിൽ നേരത്തെ ഡിനോയ് ചോദിച്ചതുപോലെ ആയുർവേദമാണ് അവിടെ കൊടുക്കുന്നത്. ഓക്കെ, അവിടെ നമ്മൾ ഇംഗ്ലീഷ് മരുന്ന് ഇതിന് എന്താ പറയാ ഡെലിവറി ഒക്കെ കഴിഞ്ഞു വരുന്നവർക്ക് ഇംഗ്ലീഷ് മരുന്നില് ഇവരെ ബൂസ്റ്റപ്പ് ചെയ്യാനോ അവർക്ക് അവരുടെ ശരീരത്തിന്റെ ഒരു പുഷ്ടിക്കോ അല്ലെങ്കിൽ അവർക്ക് ഒരു കുഞ്ഞിനെ കൂടി ജനിപ്പിച്ചതാണല്ലോ. അപ്പൊ അവരുടെ ശരീരത്തിൽ ഒരുപാട് പ്രോട്ടീൻസ്, മിനറൽസ്, കാൽഷ്യം, ബ്ലഡ് അങ്ങനെ ഇങ്ങനെയൊക്കെ ഒരുപാട് കുട്ടിയുടെ ഇതിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ട് അതിന്റെ വലിപ്പത്തിനും വളർച്ചയ്ക്കും ഒക്കെ വേണ്ടിയിട്ട് ഡെവലപ്മെന്റിനൊക്കെ വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവല്ലോ. അപ്പൊ അമ്മയിൽ നിന്ന് ഒരുപാട് ഇതുപോലുള്ള സാധനങ്ങളൊക്കെ ചോർന്നു പോയിട്ടാണ് ആ കുട്ടിക്ക് കിട്ടിയേക്കണേ എന്നൊക്കെ ഉള്ള ഒരു വിശ്വാസത്തോണ്ട് ഇതൊക്കെ അമ്മയ്ക്ക് വീണ്ടും റിഗെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒത്തിരി സാധനങ്ങളൊക്കെ കൊടുക്കും. അത് വൈദ്യശാസ്ത്രത്തിൽ തന്നെയാണ് കൂടുതലും കൊടുക്കുക അല്ലെ. മരുന്ന് എന്താണ് എന്താ പറയാ കഷായം, ലേഹ്യം, അരിഷ്ടം അങ്ങനെയൊക്കെ പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ വീടുകളിലായിരുന്നു പണ്ട് ചെയ്തിരുന്നത്. പക്ഷേ ഇന്ന് ഇതൊക്കെ വലിയൊരു ബിസിനസ് ഒരു രീതിയായിട്ട് മാറിയിട്ടുണ്ട്. ഇന്ന് ഈ പറയുന്ന ഡെലിവറിയിലൂടെയൊക്കെ സ്ത്രീകൾക്ക് അവരുടെ സൗന്ദര്യമൊക്കെ നഷ്ടപ്പെട്ടു പോയാൽ അതിനെയൊക്കെ റിഗെയിൻ ചെയ്യാനായിട്ട് ഡിപ്പാർട്ട്മെന്റ് തന്നെ ഇന്ന് ഹോസ്പിറ്റൽസിലും ഔട്ട് ഓഫ് ദ ഹോസ്പിറ്റൽസിലും ഉണ്ട് കേട്ടോ. പ്രസവം കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്കല്ല പോണേ, കൊച്ചിനെയും ഇതുകൊണ്ട് ഇതുപോലെയുള്ള സെന്റേഴ്സിലേക്ക് ആയിരിക്കും പോവുക. പ്രൈവറ്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഉണ്ട് കൊച്ചിലും ഇങ്ങനെ. അതായത് നേരത്തെ ഉള്ള അവരുടെ ആ ഒരു ബോഡി സ്ട്രക്ചറൊക്കെ റിഗെയിൻ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ചില ഡിപ്പാർട്ട്മെന്റുകളാണ്. അത് ഹോസ്പിറ്റൽസിലും ഉണ്ട്. അപ്പൊ ഒരു എമൗണ്ട്, ഇത്ര ദിവസത്തേക്കുള്ള ട്രീറ്റ്മെന്റിന് ഒരു ഫിക്സ്ഡ് എമൗണ്ട് പറഞ്ഞിട്ടുണ്ടാവും, ഒരു പാക്കേജ് പോലെ. ഫുഡ് ആൻഡ് അക്കോമഡേഷൻ എല്ലാം അവിടെ തന്നെ. അപ്പൊ അവര് പ്രൊവൈഡ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഫുഡ്, അപ്പൊ ഒരു ഡെലിവറി കഴിഞ്ഞ സ്ത്രീക്ക് എന്തൊക്കെ ഫുഡാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ രീതിയിലൊക്കെ അവരത് പ്രൊവൈഡ് ചെയ്യുന്നത് ആ ഒരു ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ അത്തരം കെയറിംഗ് ഒക്കെ കൊടുക്കുന്ന എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒബ്സ്റ്റെട്രിക്സ് എന്ന് വിളിക്കുന്നത്. ദെൻ പീഡിയാട്രിക്സ്. എന്താ പീഡിയാട്രിക്സ് ആണ്? കുട്ടികൾക്ക് ആൻഡ് യങ് അഡൽട്സ് ആണ്. നേരത്തെ നമ്മൾ ഓൾഡർ അഡൽട്സ് വയസ്സായവര്, ഇവിടെ യങ് അഡൽട്സ് ആണ്. പ്രായപൂർത്തിയായവരാകാം, പക്ഷെ ചെറിയവരാണ്, അധികം വലിയ പ്രായമൊന്നുമില്ല. എന്നാലും കേൾക്കുള്ളൂ. ഓക്കെ ആണോ? ഓക്കെ. അപ്പൊ എന്താ പറയാ പീഡിയാട്രിക്സ് ഇസ് ദ ഡിപ്പാർട്ട്മെന്റ് വിച്ച് ഗിവ്സ് മെഡിക്കൽ കെയർ ടു ഇൻഫന്റ്സ്, ചൈൽഡ്സ് ആൻഡ് യങ് അഡൽട്സ് ആണ്. കുഞ്ഞ്, അതായത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം അപ്പൊ തന്നെ പിന്നെ അത് കുട്ടിയായി കുറച്ചുകൂടി വളർന്നു 5-10 വയസ്സ് വരെയുള്ള യങ് അഡൽട്ട് വരെയുള്ള എന്താ പറയാ ചില കോമൺ ആയിട്ടുള്ള ഡിസീസസിനൊക്കെ നമുക്ക് ഈ പറയുന്ന പീഡിയാട്രിക്സ് വിഭാഗത്തിൽ തന്നെയായിരിക്കും കാണിക്കാം. ഒരു അപ് ടു ദ ഏജ് ഓഫ് 25 അതുവരെയുള്ള ചില രോഗങ്ങൾക്കൊക്കെ എന്താ പറയാ കോമൺ ആയിട്ടുണ്ടാകുന്ന രോഗം, എന്തെങ്കിലും സ്പെഷ്യലൈസ്ഡ് രോഗമല്ല കേട്ടോ. ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഇപ്പൊ നമ്മള് വേറെ ഏതെങ്കിലും ടൈപ്പ് ഓഫ് കുറച്ച് സീരിയസ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഒന്നുമല്ല. സാധാരണ വരുന്ന ഇടയ്ക്ക് എന്താ പറയാ ക്ലൈമറ്റ് ചേഞ്ചിൽ ഉണ്ടാകുന്ന പനി, ചുമ, അങ്ങനെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ചെറിയ കോമൺ ആയിട്ട് കാണുന്ന ചില ഇൻഫെക്ഷൻസ്, സ്കിന്നിൽ ഉണ്ടാകുന്ന ഇൻഫെക്ഷൻസോ ചെവിവേദന അങ്ങനെയൊക്കെ ആണെങ്കിലും ഒക്കെ നമ്മൾ ഈ പറയുന്ന ഡിപ്പാർട്ട്മെന്റ് ഇത് മാറ്റില്ല. കുട്ടികളെ ചെറുതിലോ തുടങ്ങി ആ ഡോക്ടറെ എടുത്താൽ ജനിച്ചപ്പോ തുടങ്ങി അവിടെ ഇപ്പോഴും 25 വയസ്സായി ഇപ്പോഴും അവിടെ തന്നെ. കാരണം എന്താ, നമുക്ക് 15 വയസ്സ് വരെ 25 ഇയേഴ്സ് വരെയുള്ളത് നമ്മൾ പഠിക്കും, ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പീഡിയാട്രിക്സിലോ അവിടെ വരെയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അത് അങ്ങനെയാണ്. പീഡിയാട്രിക്സിൽ 15 വയസ്സ് വരെ നോക്കോളൂല്ലോ. അഡൽറ്റ് എന്ന് പറയുമ്പോ പിന്നെ എങ്ങനെ 15 വരും? അതിന് മേലുള്ളത് നമ്മള് ഫിസിഷ്യനല്ലേ കാണിക്കാം. അതല്ല പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പറയട്ടെ ഞാൻ. അതായത് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഡിസീസസ് ആ കുട്ടിയെ അല്ലെങ്കിൽ കൊച്ചു കുട്ടികളായിരിക്കുമ്പോൾ തുടങ്ങി നമ്മള് എന്താ പറയാ എഫക്ട് ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മതി, നിർബന്ധമൊന്നുമില്ലെന്ന്. മാറ്റണോ അല്ലെങ്കിൽ അവരെ മാറ്റിയിട്ടെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ തന്നെ കാണിച്ചാലും ഒന്നും
പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് പറയാ. അപ്പൊ ഈ പറയുന്ന ആളുകളെ കുട്ടികൾക്ക് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അവരെവിടെ കാണിച്ചാലും അവർക്ക് ഉണ്ടാകുന്ന പലതരത്തിലുള്ള രോഗങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ആകാം. അപ്പൊ ഇത്രയും ഏജസ് വരെ ഇനി അത് ശരിക്കും പറഞ്ഞാൽ 15 years തന്നെയാണ്. പക്ഷെ അഡൽറ്റ് ആയാലും നമ്മളത് മാറ്റാനായിട്ട് വേറെ ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ആ ഒരു ഏജ് വരെയൊക്കെ അവരെ നമുക്ക് വേണമെങ്കിൽ കൊണ്ടുപോകാം. നമുക്ക് നിർബന്ധമൊന്നുമില്ല, അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അത് നിർബന്ധിക്കണോ 25 ദിവസം ഇവിടെ കൊണ്ടുവരുന്നതല്ല ഉദ്ദേശിച്ചത്. അവര് അഡൽറ്റ് ആയിട്ടുള്ളതാണെങ്കിലും പക്ഷെ അത്രയധികം പ്രായമൊന്നും ആയിട്ടില്ല എങ്കിലും നമുക്ക് ഇഷ്ടമുള്ളിടത്തോളം വരെ നമുക്ക് വേണമെങ്കിൽ അവരെ കൊണ്ടുപോകാം. അത്ര വരെയൊക്കെ ആസ് അവരുടെ ഡിസിഷൻ ഓഫ് ദ പാരന്റ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ഇൻഫന്റുകൾക്കും ചൈൽഡുകൾക്കും അതുപോലെ തന്നെ ചിൽഡ്രൻ കുട്ടികൾ, അതായത് ഒരു ഇച്ചിരി കൂടി പ്രായമൊക്കെ ആയെങ്കിലും അതുവരെയൊക്കെ. ചില ആൾക്കാർ 18 വയസ്സ് വരെ കാണിക്കും, ചിലർ 20 വയസ്സ് വരെ പോയി ചില കുട്ടികൾ തന്നെ പറയും. അല്ല മാഡം, നമുക്ക് പ്രൈവറ്റും ഒക്കെ ഗവൺമെന്റിലൊക്കെ നമ്മള് ഒപ്പിച്ചിട്ട് എടുക്കുമ്പോ ഏജ് പ്രശ്നമാണ്. അത് ശരിയാണ്. ഇപ്പൊ ഗവൺമെന്റ് ഹോസ്പിറ്റൽസിൽ ഇതാവും, അത് അവിടുത്തെ ഫോർമാലിറ്റീസ് ഒക്കെ ഉണ്ടല്ലോ. അവര് പറയും ഈ കുട്ടീനെ അവിടെ കാണിക്കുന്നു പറയും, അത് ശരിയാ. അല്ലാതെ ഒക്കെ ആണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ നമ്മള് ക്ലിനിക്സിലൊക്കെ കൊണ്ട് ചെല്ലുമ്പോ അവര് ശ്രദ്ധിക്കൊന്നുമില്ല. ഓക്കെ, കുഴപ്പമില്ല. കാരണം വേറെ ഏതെങ്കിലും തരത്തിലുള്ള സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും ഇൽനസ് ഒക്കെ ആണെങ്കിൽ നമ്മള് മാറ്റുള്ളൂ, അല്ലെങ്കിൽ ഇത് തന്നെ ഇങ്ങനെ കാണിച്ചല്ലോ, അതൊക്കെയാണ്. അപ്പൊ പീഡിയാട്രിക്സ് എന്ന് പറയുന്നത് ചിൽഡ്രനെ ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. അപ്പൊ കുട്ടികൾ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ എത്ര വലുതായാലും നമ്മൾ പറയും ഇത് കുട്ടിയല്ലേ എന്ന് വിചാരിക്കും. നമ്മളുടെ മക്കള് എപ്പോഴും വലുതായും നമ്മൾ ഇതാക്കൂല. അപ്പൊ പാരന്റ്സ് എന്ത് ചെയ്യും, ഇങ്ങനെ കൊണ്ടുപോകും. അവര് ചികിത്സിക്കാതിരിക്കൊന്നുമില്ല എന്നാണ് പറയണേ. അപ് ടു ദ ഏജ് അവിടെ വരെയൊക്കെ 15 years ഒക്കെ തന്നെയാണ്. ചിലപ്പോ 18 ആകും, ചിലർ 20 ആയാലും അവിടെ നിന്ന് മാറ്റില്ല, ചിലപ്പോൾ 25 ആയാലും മാറ്റില്ല. പിന്നെ അവര് തന്നെ, അത് കുട്ടികളെ ഈ പറയുന്ന ആളുകൾ തന്നെ പറയണം, ഞങ്ങൾക്ക് ഇനി ഇവിടെ പോകേണ്ട, പീഡിയാട്രിക്സിൽ കാണിക്കാൻ ഞങ്ങൾ ഇന്ന് കൊച്ചുകുട്ടികളാണോ എന്നൊക്കെ അവര് ചിലപ്പോൾ ഡിമാൻഡ് ചെയ്യും. അവർക്ക് തന്നെ നാണക്കേട് പോലെ തോന്നി, കുഞ്ഞു പിള്ളേരെ കൊണ്ടുവന്ന് അമ്മമാര് എന്താ പറയാ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നു, അപ്പോഴാണ് ഇത്രയും വലിയതിനെയൊക്കെ കൊണ്ട് നിൽക്കുമ്പോൾ അവർക്ക് തന്നെ നാണക്കേട് വന്നു. അപ്പൊ ഇന്നത്തെ കാലത്ത് പിള്ളേരൊന്നും സമ്മതിക്കില്ല. ഓക്കെ, അവർക്കറിയാം ഈ ഒരു ഡിപ്പാർട്ട്മെന്റിൽ വരേണ്ട ആളല്ല ഞാൻ, അപ്പൊ വേറെ എവിടെയെങ്കിലും ഒക്കെ അതൊക്കെയാണ്. ഓക്കെ, എന്തായാലും ചൈൽഡ്, ഇൻഫന്റ്, യങ് അഡൽസിനൊക്കെ വേണ്ടിയിട്ടുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്. അടുത്തത് എന്താണ്, ന്യൂറോളജി. എന്തായിരിക്കും ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ്? നെർവ് സിസ്റ്റവുമായി ഡിപ്പാർട്ട്മെന്റ് ആണ്. അതായത് നെർവ് സിസ്റ്റത്തിൽ നമുക്ക് ഉണ്ടാകുന്ന പ്രോബ്ലംസ്, സ്പൈനൽ കോഡ്, ബ്രെയിൻ, ഇതൊക്കെ നെർവ് സിസ്റ്റം അല്ലെ, ഞരമ്പ് ായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി നമ്മളുടെ ബ്രെയിനിൽ നിന്നാണ് നമുക്ക് ഇൻഫോർമേഷൻസ്, പല കാര്യങ്ങളും ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് നമ്മുടെ പല അവയവങ്ങളിലേക്കും എത്തുന്നത് അല്ലെ. നമ്മളിപ്പോ പഠിപ്പിക്കണമെന്നും അല്ലെങ്കിൽ നമ്മൾ എന്താ പറയാ റോഡിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എതിരെ വരുന്ന വാഹനങ്ങൾ കാണുമ്പോൾ നമുക്ക് വി ഹാവ് ടു മൂവ് ടു ദ സൈഡ്, ഏതെങ്കിലും ഒരു സൈഡിലേക്ക് മാറണമെന്നൊക്കെ നമുക്ക് ഇൻഫോർമേഷൻസ് പാസ് ചെയ്യും അല്ലെ. നമ്മുടെ ബ്രെയിൻ അത് അറിയും. അപ്പൊ തന്നെ ഇറ്റ് വിൽ ഗീവ് ഇൻസ്ട്രക്ഷൻസ് ടു ദ ലെഗ്, നമ്മുടെ കാലിലേക്ക് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യും പെട്ടെന്ന് തന്നെ, വിതിൻ മൈന്യൂട്ട് സെക്കൻഡ് ഫ്രാക്ഷൻസിലായിരിക്കും അല്ലെ. പെട്ടെന്ന് തന്നെയാണ്, ഒത്തിരി നേരം ആലോചിക്കാനും നേരില്ല. ബസ് അടുത്ത തറയിൽ മാറണോ വേണ്ടതെന്ന് ആലോചിക്കുക. അത് പെട്ടെന്ന് നമുക്ക് ഇൻസ്ട്രക്ഷൻ കിട്ടി, നമ്മൾ അറിയാതെ, നമ്മൾ അങ്ങനെ ഒരു പ്രവൃത്തി ചെയ്യണോ ചെയ്യേണ്ടതെന്ന് അറിയാതെ തന്നെ നമ്മളത് മൂവ് ചെയ്യും. കാരണം എന്താ, ആ നെർവ് സിസ്റ്റം അവിടെ പ്രവർത്തിച്ചു, അതുകൊണ്ടാണ്. അപ്പൊ അത്തരം നെർവ് സിസ്റ്റത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള പ്രോബ്ലംസ് ഉണ്ടായി കഴിഞ്ഞാൽ ചിലപ്പോഴൊക്കെ ചിലർക്ക് ഇങ്ങനെ ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുക, അതൊക്കെ നെർവ്സിന്റെ പ്രോബ്ലംസ് ആണ്. ബ്രെയിൻ, സ്പൈനൽ കോഡൊക്കെ ഇതൊക്കെ നെർവ്സുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നെർവ് സിസ്റ്റത്തിൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് ഫൈൻഡ് ചെയ്യുക, അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്യുക, അതിന്റെ ട്രീറ്റ്മെന്റ്, ഡയഗ്നോസിസ്, പ്രിവെൻഷൻ ഒക്കെയാണ് ന്യൂറോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റിൽ വരാം. നെക്സ്റ്റ് വൺ എന്താണ്, ഓങ്കോളജിയാണ്. ഓങ്കോളജി എന്താണ്? ഓങ്കോളജി ക്യാൻസേഴ്സ് എന്ന് പറയുമ്പോൾ they have to first of all study what type of cancer, ഏത് തരത്തിലുള്ള ക്യാൻസർ ആണെന്ന് ചിലപ്പോൾ പഠിക്കേണ്ടി വരും. ഡോക്ടേഴ്സിന് ഡയഗ്നോസിസ് ചെയ്ത് അത് പഠിച്ച് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് അതിനെ ട്രീറ്റ് ചെയ്ത്, ആൻഡ് ഓൾസോ they have to prevent ആ ഒരു ഭാഗത്തുണ്ടാകുന്ന ക്യാൻസേഴ്സിനെ പ്രിവെന്റ് ചെയ്യാൻ, തടയാനുകൂടി വേണ്ടിയിട്ടുള്ള ഒരു എന്താ പറയാ ഡിപ്പാർട്ട്മെന്റ് ആണ് ഓങ്കോളജി എന്ന് വിളിക്കുന്നത്. ദെൻ ഒഫ്താൽമോളജി ആണ്. എന്താണ് ഒഫ്താൽമോളജി? നമ്മുടെ കണ്ണുകളുമായിട്ട് ബന്ധപ്പെട്ട ഡിസോർഡറുകൾ. അതെ, കണ്ണിന്റെ ഡിഫക്റ്റുകൾ എന്നൊക്കെ പറയുമ്പോൾ ഡിസോർഡർ എന്നൊക്കെ പറയുമ്പോൾ ലോങ് സൈറ്റ് ഉണ്ടാകുക, ഷോർട്ട് സൈറ്റ്, ചില കുട്ടികളിലൊക്കെ വായിക്കാനായിട്ടൊക്കെ ഒരു ഭയങ്കരമായിട്ട് സ്ട്രെയിൻ ചെയ്യുന്ന അവസ്ഥ, അതിൽ ഒരു പ്രത്യേക സ്ഥലത്ത് അവരുടെ ഐ ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ, ഇത്തരം കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഓൾ ടൈപ്സ് ഓഫ് ഡിസോർഡേഴ്സ് ഓഫ് ഐസ്, നമ്മുടെ കണ്ണിന്റെ എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് ഒഫ്താൽമോളജി എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദ ഡിഫറെന്റ് ഔട്ട് പേഷ്യന്റ് സർവീസസ് വിച്ച് ഈസ് പ്രൊവൈഡഡ് ബൈ ദ ഹോസ്പിറ്റൽ. ഹോസ്പിറ്റലിൽ കൊടുക്കപ്പെടുന്ന പ്രധാനപ്പെട്ട ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് ഇതെല്ലാം തന്നെ. ഓക്കെ, ഇത് മാത്രമല്ലല്ലോ, പിന്നീടല്ലോ ഓർത്തോട്രാഗം, പുൽമോളജി, അങ്ങനെ ഒരുപാട്
ഇത് മാത്രമല്ലല്ലോ, പിന്നെ ഓർത്തോ, പൾമോളജി, അങ്ങനെ ഓരോ സെക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ വീണ്ടും ഇവിടെ കുറെ നമുക്കിങ്ങനെ ഡിവൈഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അനസ്തേഷ്യോളജി, ഓക്കെ, അപ്പൊ ഒരുപാട് വേറെ ഇതിനകത്ത് പെടാത്തത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ താഴെ ഉണ്ട് കേട്ടോ. നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഇപ്പൊ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു സാധാ ഒരു ഹോസ്പിറ്റൽസിൽ ഉണ്ടാകുന്ന ഒരു എന്താ പറയുക ഡിപ്പാർട്ട്മെന്റുകൾ മാത്രമാണ് ഈ ഒരു ഇതിനകത്ത് തന്നേക്കണേ, ഈ ഒരു ബോക്സിൽ തന്നിട്ടുള്ളൂ. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ നമ്മൾ ഇവിടെ താഴെ ഇതിന്റെ ഓരോ ഡിപ്പാർട്ട്മെന്റ് ഇത് ഇനി ഈ ചാപ്റ്റർ മുഴുവൻ ഈ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ചിട്ടുള്ള എക്സ്പ്ലനേഷൻസ് ആണ്. നമ്മൾ കേൾക്കാത്ത കാണാത്ത കുറച്ച് ഡിപ്പാർട്ട്മെന്റ് ഇതിനകത്ത് വരുന്നുണ്ട്. ഉദാഹരണത്തിന് ഓർത്തോ വരുന്നുണ്ട്, ഓർത്തോപെഡിക്സ് ഇവിടെ ഉണ്ട്. പിന്നെ നമ്മൾ ഇത് പറഞ്ഞില്ലല്ലോ, സൈക്കാട്രി പറഞ്ഞില്ല, പിന്നെ എന്താ പറയാ പീഡിയാട്രിക്സ്, ഫിസിയോതെറാപ്പി പറഞ്ഞില്ല, ഓക്കെ, അത് വരുന്നുണ്ട്. സൈക്യാട്രി പറഞ്ഞ്, പൾമനോളജി നമ്മൾ ഈ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റുകളിൽ കിട്ടില്ല. പിന്നെന്താ പറയാ തന്നെയില്ലേ, നേനോട്ടോളജി എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെന്റ് കൂടി ഉണ്ട്. നവജാത ശിശുക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഡിപ്പാർട്ട്മെന്റ് ആണ്. യൂറോളജി, ആൻഡ്രോളജി ഒക്കെ ഇതെല്ലാം ഇതിനകത്ത് എക്സ്പ്ലനേഷൻസിൽ വരുന്നുണ്ട്. അന്നേരം നമുക്ക് അതൊന്നുകൂടി പഠിക്കാം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാവുമല്ലോ അല്ലെ? മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് ഔട്ട്പേഷ്യന്റ് സർവീസസ് ആണ് നമ്മൾ കേട്ടത്. ഓക്കെ, ഇനി ഇതിന്റെ എന്താ പറയാ ഈ ഒരു ഓരോ പോയിന്റ് ഔട്ട്പേഷ്യന്റ് സർവീസസിൽ നമ്മളിപ്പോ എടുത്ത ഈ പോയിന്റുകളില്ലേ, ഇതിനകത്ത് ഒന്ന് റിലേറ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഒറ്റ വേർഡിൽ അതെന്തിന് ഏത് ഡിപ്പാർട്ട്മെന്റിനെ സൂചിപ്പിക്കുന്നു എന്ന് ജസ്റ്റ് ഒന്ന് വെരിഫൈ ചെയ്ത് പറയാമോ? കാഷ്വാലിറ്റി ഞാൻ പറയാം, ഇമ്മീഡിയറ്റ് ഡിപ്പാർട്ട്മെന്റ്, കേൾക്കുമ്പോൾ നമ്മൾ ഔട്ട്പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് അത്യാവശ്യമാണെങ്കിൽ നമ്മൾ കാഷ്വാലിറ്റിയാണ് കൊണ്ടുപോകുന്നത്. ചോദിച്ചത് കാഷ്വാലിറ്റി എന്ന് പറയുമ്പോൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റ് ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് കൺസൾട്ടേഷൻ. ഓക്കെ, ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഔട്ട് പേഷ്യന്റ് സർവീസസ് ആണ് ഈ കേട്ടത് മുഴുവനും അല്ലെ? ഔട്ട് പേഷ്യന്റ് സർവീസസിൽ ഇത്രയും ഡിപ്പാർട്ട്മെന്റുകൾ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ തരത്തിലുള്ള ഡിപ്പാർട്ട്മെന്റൽ സർവീസസ് ആണ് ഒരു ഹോസ്പിറ്റലിൽ പ്രൊവൈഡ് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു. ഇതിന് ഓരോന്നിനും ഓരോ ചെറിയ എക്സ്പ്ലനേഷൻസ് വീതം നിങ്ങൾ എന്താണ് കേട്ടത്? ഞാൻ ഇന്ന് ഇപ്പൊ ക്ലാസ്സിൽ കുറച്ചായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞല്ലോ, ഓരോ ഡിപ്പാർട്ട്മെന്റിനെയും എങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു. ഞാൻ ചോദിച്ചത് കാഷ്വാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ ഔട്ട് പേഷ്യന്റ് ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് പറയാൻ പറഞ്ഞേ. എന്താണ് കാഷ്വാലിറ്റി? എമർജൻസി സിറ്റുവേഷൻ, ആംബുലൻസിൽ അല്ലെങ്കിൽ സ്ട്രെച്ചേഴ്സിന് കൊണ്ടുവന്ന ഡിപ്പാർട്ട്മെന്റ് അങ്ങനെ ഓരോ എക്സ്പ്ലനേഷൻസ് ഈ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ വരുമോ അടുത്ത ദിവസത്തേക്ക്? പറയാം. ഓരോ ഡിപ്പാർട്ട്മെന്റുകളെയും കുറിച്ചിട്ട് ഒന്നുകിൽ ഐദർ ഇൻ എ വേർഡ് ഓർ ഇൻ എ ഫ്രേസ്, ഒരു വേർഡില് അല്ലെങ്കിൽ ഒറ്റ ഒരു ഫ്രേസിൽ ഉൾക്കൊള്ളിച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് കൊണ്ടുവരാമോ? എല്ലാവർക്കും എല്ലാവർക്കും അല്ലേ? അപ്പൊ ഇത് ഓരോന്നും ഇപ്പൊ കാഷ്വാലിറ്റി എന്ന് എഴുതാ, ഒരു ഹൈഫൻ ഇടാം. ഇപ്പൊ നിങ്ങൾ എഴുതുമ്പോ ഈ ചാപ്റ്ററിന്റെ പേരൊക്കെ ഓൾറെഡി നിങ്ങൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ചാപ്റ്ററിന്റെ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. നിങ്ങൾ വേഗം തന്നെ ആ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റിന് എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ ഔട്ട് പേഷ്യന്റ് സർവീസസ് എഴുതാം. എന്നിട്ട് അതിന്റെ താഴെ കാഷ്വാലിറ്റി അതിനെ കുറിച്ച് ഒരു ചെറിയ ഫ്രേസ് എഴുതാം. കാർഡിയോളജി എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്, ഡെർമറ്റോളജി എന്തിനു വേണ്ടിയിട്ടുള്ളത്, ആ ഒരു 2-3 വേർഡോ കുറച്ച് ഫ്രേസ് ആയിട്ടോ ഒക്കെ വേണമെങ്കിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്ത് ഔട്ട് പേഷ്യന്റ് സർവീസ് മാത്രം മതി. മറ്റേതൊക്കെ സൗകര്യമല്ലേ, അതിനെ കുറിച്ച് നമുക്ക് എക്സ്പ്ലനേഷൻ ആവശ്യമില്ല. പേഷ്യന്റ് റൂം തന്നെ അത് വാർഡ്, മറ്റേത് ഇന്റൻസീവ് കെയർ യൂണിറ്റ്, അതൊക്കെ ഫെസിലിറ്റി അല്ലേ, അവിടെ കിട്ടുന്ന ഫെസിലിറ്റീസ് അല്ലേ? ക്ലിയർ ആണോ? അപ്പൊ ഇത് ഓരോ കൊണ്ടുവരാം. ഓക്കെ, ഹെമറ്റോളജി എന്ന് പറയുന്നത് റിലേറ്റഡ് ടു ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് ആണ് കേട്ടോ. ഹെമറ്റോളജി ആരോ ഇവിടെ ചോദിക്കുന്നുണ്ട്. ഹെമറ്റോളജി എന്ന് പറയുന്നത് ട്രീറ്റ്മെന്റ് ആൻഡ് ഡയഗ്നോസിസ് ഓഫ് ബ്ലഡ് ആൻഡ് ബ്ലഡ് സെൽസ് ആണ്. അപ്പൊ അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തൊന്ന് എഴുതിയിട്ട് വരാം. ഞാൻ പറയുന്ന ആൾക്കാരെ അത് വായിക്കണം. ഓക്കെ, എല്ലാവരും അടുത്ത ക്ലാസ്സിൽ ഞാൻ അത് ചോദിക്കും. അപ്പൊ ഞാൻ പറയുന്ന ആള് പെട്ടെന്ന് ചെറുപടയുന്നത് അങ്ങോട്ട് അത് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അത്രയും എനർജി എടുത്ത് കളയണ്ട.
അടുത്ത ക്ലാസ് നമുക്ക് പിന്നത്തെ ഭാഗമായിട്ട് തുടങ്ങാം. ഓക്കെ ഓക്കെ മാം. ഇത്രയും പഠിച്ചിട്ട് വരാം. ഓക്കെ മാഡം, താങ്ക് യു. ഓക്കെ മാം. ഓക്കെ മാം. താങ്ക് യു മാം. താങ്ക് യു മാം. താങ്ക് യു. ഓക്കെ മാം പഠിച്ചോ. മാഡം